عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا أما بعد. فقد قال الله تعالى في كلامه المجيد: فأعوذ بالله من الشيطان الرجيم فاسألوا أهل الذكر إن كنتم لا تعلمون. وقال النبي عليه الصلاة والسلام: إذا اجتهد الحاكم فأصاب فله أجران وإذا اجتهد فأخطأ فله أجر واحد. ബഹുമാനാദരവുകൾ നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, ഉലമ മഹത്തുക്കളെ, അതിഥികളായി വന്നെത്തിയിട്ടുള്ള ഉലമാക്കളെ, നമ്മുടെ പ്രിയങ്കരമായ ഈ സ്ഥാപനം അൽ ജാമിഅത്തുൽ ഹസനിയ, അവിടുത്തെ ഈ മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക്, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പുറം ലോകത്ത് മൈതാനത്ത് നടക്കാൻ ഒരു പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഈ മദ്രസയിൽ ഒരു പരിശീലന ദർസ് നടത്താൻ അവസരം തന്നിരിക്കുകയാണ്. ആദ്യമായി അള്ളാഹുവിനും അതിനുശേഷം ഈ അവസരം തന്നവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതൊരു പരിശീലനമാണ്. ഇവിടെ സംസാരിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരും അതുപോലെ നമ്മുടെ മുതഅല്ലിം സുഹൃത്തുക്കളും അതിഥികളായി വന്നെത്തിയവരും തമ്മിലാണ്. നമ്മുടെ ഉസ്താദുമാരുടെ മേൽനോട്ടത്തിൽ ഈ പറയുന്ന കാര്യങ്ങളിലും ഇതിനുശേഷം നടക്കുന്ന ചോദ്യോത്തര സെഷനിലും എന്തെങ്കിലും പിഴവുകൾ വന്നാൽ, സ്ഖലിതങ്ങൾ വന്നാൽ നമ്മുടെ ഉസ്താദുമാർ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഉണർത്തിത്തരും. അത് നമുക്ക് വലിയൊരു അവസരമാണ്. സമയക്കുറവ് കൊണ്ട് നേരെ വിഷയത്തിലേക്ക് പോകാം. നമുക്കറിയാം, ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കർമ്മശാസ്ത്ര ഭിന്നതകൾ, ചരിത്രം, കാരണങ്ങൾ, നിലപാട് എന്നതാണ്. ഇതിൽ ഓരോ വാക്കും ഇത് സാധാരണയായിട്ട് കേട്ട് പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുക. കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഫിഖ് എന്ന വാക്കിന്റെ മലയാളമാണ്. ഫിഖ്ഹിന് രണ്ടർത്ഥങ്ങളുണ്ട് അറബിയിൽ. ഒന്ന് അതിന്റെ ഭാഷാർത്ഥം, ഗ്രഹിക്കുക എന്നർത്ഥം. സാധാരണ അറിയുക, മനസ്സിലാക്കുക, ഗ്രഹിക്കുക. അറബിയിൽ പര്യായങ്ങളായിട്ട് തോന്നുന്ന പദങ്ങൾക്കും സൂക്ഷ്മമായ പരിശോധനയിൽ ചെറിയ വ്യത്യാസം കാണാൻ സാധിക്കും. ഇപ്പൊ കുറച്ച് ഗഹനമായി ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുന്നതിനാണ് ഫഖ്ഹ എന്ന് പറയാ, ഗ്രഹിക്കുക ഭാഷയിൽ. ഇപ്പൊ ഖുർആനിലെ ഏത് ആയത്തിൽ നിന്നും അതിലെ ചില രഹസ്യങ്ങൾ, തത്വങ്ങൾ, അതിന് ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ആശയങ്ങൾ മനസ്സിലാക്കിയാൽ അത് ഗ്രഹിക്കലാണ്, ഒരു ഫിഖ്ഹാണ്. എന്നാൽ ഇസ്ലാമിക വിജ്ഞാന ശാഖകളിൽ ഫിഖ് എന്ന പദം കൊണ്ട് സാങ്കേതികമായിട്ട് ഉദ്ദേശിക്കുന്നത് ഓരോ പദങ്ങൾക്കും പലതരത്തിൽ അർത്ഥങ്ങൾ ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഷാർത്ഥം, സാങ്കേതിക അർത്ഥം. ഇപ്പൊ മൊബൈലിനൊരു ഭാഷാർത്ഥം ഉണ്ട്, ചലിക്കുന്നത് എന്ന അർത്ഥം. എന്നാൽ നമ്മൾ ഇന്ന് മൊബൈൽ എന്ന് പറയുമ്പോൾ അതിലൊരു സാങ്കേതിക അർത്ഥമുണ്ട്. എന്റെ മൊബൈൽ ഇങ്ങ് എടുത്തുകൊണ്ട് പോകാന്ന് പറയുമ്പോൾ എടുത്തു മാറ്റാവുന്ന ഏതെങ്കിലും സാധനം എടുത്തുകൊണ്ട് വന്ന് കൊടുത്താൽ ചിലപ്പോൾ അടികിട്ടിയെന്ന് വരും. അപ്പൊ ഇന്ന് ദീനറിയാത്ത ആളുകളുടെ കയ്യിൽ ഖുർആൻ കിട്ടി, ഹദീസ് കിട്ടി, കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ, കാട്ടാന കരിമ്പിന്റെ തോട്ടത്തിൽ കയറിയതുപോലെ നശിപ്പിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് തരും. അവർക്ക് ഭാഷാർത്ഥം അറിയില്ല, സാങ്കേതികാർത്ഥം അറിയില്ല, പൊതുവായ അർത്ഥം, പ്രത്യേകമായ അർത്ഥം, വിശാലമായ അർത്ഥം, ഓരോ സ്ഥലത്ത് എങ്ങനെ വരുന്നു എന്നറിയാത്തവരുണ്ട്. ഫിഖ്ഹിന്റെ സാങ്കേതികാർത്ഥം വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡു ആൻഡ് ഡോൺസ്, ചെയ്യണം, ചെയ്യരുത്, ഇത് ചെയ്യാം, ഇത് ചെയ്താൽ നല്ലതാണ്, ഐച്ഛികമാണ്, അതായത് നല്ലതാണ്, സുന്നത്താണ്, ഇത് ചെയ്യണം, നിർബന്ധമാണ്, ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ഇത് ചെയ്യുന്നത് വെറുക്കപ്പെട്ടതാണ്, കറാഹത്ത്, ഖിലാഫ് ഔല, ഇത് ചെയ്യൽ നിഷിദ്ധമാണ്, ഹറാമാണ്. ഇത് നമ്മളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, വിധിവിലക്കുകൾ. ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖക്കാണ് ഫിഖ്ഹ് എന്ന് സാങ്കേതികമായിട്ട് പറയുക. അതിന്റെ മലയാളമാണ് കർമ്മശാസ്ത്രം, വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖ. ഇപ്പൊ കർമ്മശാസ്ത്ര ഭിന്നതകൾ,
അതിൽ കുറച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അടിയാന്നായിരിക്കും. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, വിവിധ അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാവർക്കും അറിയാം. അടിസ്ഥാനപരമായിട്ട് എല്ലാ കർമ്മങ്ങളിലും നമ്മൾ ഒന്നാണ്. നിസ്കാരം 5 വക്താണ്. എല്ലാത്തിന്റെയും പേര് ഒന്നാണ്. നമ്മൾ എല്ലാവരുടെയും ഇടയിൽ അതിന്റെ റക്അത്തുകളുടെ എണ്ണം. എന്നാൽ കൈകെട്ടുന്നതിൽ, ചില ദിക്റുകളുടെ ക്രമത്തിൽ ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം വിധിവിലക്കുകളിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതെന്ന് തുടങ്ങി. സാധാരണക്കാര് കരുതുന്നത് വെച്ചാൽ 2 പള്ളിയിലെ കമ്മിറ്റി തമ്മിലുള്ള വ്യത്യാസമാണ്. മനസ്സിലായില്ലേ? അവിടെ കുനൂത്തുണ്ട്, ഇവിടെ കുനൂത്തില്ല. അപ്പം പലതരം ആൾക്കാരുണ്ട്. ഈ നേരത്തെ പറഞ്ഞില്ല, ഖിയാമത്ത് നാളായാണ്. ജഹാലത്ത് കൊടുമ്പിരി കൊള്ളാണ്. ഈ ജാഹിൽ എന്ന് പറയാ അറിവില്ലാത്ത ആളെ പറയില്ലേ? അറിവില്ലാതെ ഒരാള്, അയാൾക്ക് അറിവില്ല എന്നുള്ള കാര്യം അറിയാമെങ്കിൽ അയാളെ ആമി എന്ന് പറയാം, സാധാരണക്കാരൻ. ഗൈർ ആലിം എന്ന് പറയാം. ജാഹിൽ എന്ന് 2 കൂട്ടർക്കാണ് പറയാം. ഒന്ന് അറിയാതെ അറിയുന്നവനായിട്ട് നടിക്കുക, രണ്ടാമതായിട്ട് അറിവുണ്ടായിട്ട് അറിവില്ലാത്തവനെ പോലെ പ്രവർത്തിക്കുക. ഈ 2 കൂട്ടരാണ് ശരിക്കും ജാഹിൽ എന്ന് വിളിക്കപ്പെടാൻ എല്ലാ യോഗ്യതയുള്ളവര്. അറിയാതെ അറിയുന്ന ആളെ പോലെ വർത്താനം പറയാം. ഇന്ന വാക്കിന്റെ അർത്ഥം അതാണ്, ഹിജ്റയുടെ അർത്ഥം ഇതാണ്, ഈ ഹദീസിന്റെ താല്പര്യം അതാണ്. നിങ്ങൾ എവിടുന്നാ പഠിച്ചത്? എവിടുന്നും പഠിച്ചിട്ടില്ല. വായിൽ വരുന്നത് കോതക്കുപാട്ട്. ഇങ്ങനെ പറയുന്നവർ ജാഹിൽ. രണ്ടാമത് അറിവ് പഠിച്ചിട്ട് അറിവില്ലാത്തവരുടെ പണിയെടുക്കുക, അറിവില്ലാത്തവർ ചെയ്യുന്ന പാപങ്ങൾ ചെയ്യാം. ഇവരെയും ഖുർആൻ ജാഹിൽ എന്ന് വിളിക്കുന്നുണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ. അപ്പൊ ഇതല്ലാത്ത ആമികളെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ചില ആമികളും ചില ജാഹിലീങ്ങളും ഇത് കരുതിപ്പോയത് ഇന്നുണ്ടായതാണ്. ഇനി കുറച്ചും കൂടെ അറിവുള്ളവർ കരുതിയത് ഇമാം അബൂ ഹനീഫയും ഷാഫി ഇമാമും തമ്മിൽ നടന്നൊരു അടിയാണ്. മനസ്സിലായില്ലേ? അവര് തമ്മിൽ ഇഷ്ടപ്പെടാതെ വന്നപ്പോ തമ്മിലുണ്ടായ ഒരു ഇതാണെന്നാണ്. അപ്പൊ ഇതെന്ന് തുടങ്ങി? നബിതങ്ങളുടെ കാലത്ത്, സഹാബാക്കളുടെ കാലത്ത്, മുൻകഴിഞ്ഞ നബിമാരുടെ ഇടയിൽ ഇതുണ്ടായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അതിന്റെ ചരിത്രം ഇതെന്ന് തുടങ്ങി? ഇത് ഇന്ന് തുടങ്ങിയതാണോ? നമ്മുടെ ഇമാമുകൾക്കിടയിൽ വന്നതാണോ? അതോ അതിന് മുമ്പേ ഉണ്ടോ? നബിതങ്ങൾ ഉത്തമ നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിച്ച ജനതയിൽ ഒരു കാര്യം നിലനിന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് യാതൊരു കുഴപ്പവും ഇല്ലെന്നർത്ഥം. അല്ലാഹു തആല അവരെ പിൻപറ്റാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇതിന് നിമിത്തമായ കാരണങ്ങൾ എന്താണ്? വ്യക്തി വൈരാഗ്യമാണോ? അറിവില്ലായ്മയാണോ? സൂക്ഷ്മത കുറവാണോ? അതോ തീർത്തും ആധികാരികമായ പ്രാമാണികമായ ന്യായമായ കാരണങ്ങളാണോ? ഇതൊന്ന് പരിശോധിക്കണം. പിന്നെ ഈ വിഷയത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം? ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ പുതിയത് കണ്ടെത്താൻ ശ്രമിക്കണോ? ഇതിനെ ഏതും സ്വീകരിക്കാം, ലാഘവ ബുദ്ധി കാണിക്കണോ? ഇതാണ് ഇന്ന് നമ്മളിവിടെ വിധിവിലക്കുകളിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്നുണ്ടായി, എന്തുകൊണ്ടുണ്ടായി, നമ്മൾ ഇതിൽ ഏത് നിലപാട് സ്വീകരിക്കണം, ഇതാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കാണാം. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം 2 മുർസലുകളാണ്. ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട റസൂലുകളാണ്. ഉപ്പയും മകനുമാണ്. 2 പേരും ഭരണാധികാരികളാണ്. വലിയ ഇൽമുള്ളവരാണ്. അള്ളാഹു നൽകിയ ശരീഅത്തിന്റെ ഇൽമിന് പുറമെ ഭൗതികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരാണ്. ഈ 2 മഹത്തുക്കൾ, മഹാന്മാർ, മുർസലീങ്ങൾ ഒരു വിഷയത്തിൽ വിധി പറഞ്ഞപ്പോ ഉള്ളൊരു സംഭവം അള്ളാഹു വളരെ മനോഹരമായിട്ട് ഖുർആനിൽ വിവരിക്കുകയാണ്. وَدَاوُودَ وَسُلَيْمَانَ إِذْ يَحْكُمَانِ فِي الْحَرْثِ إِذْ نَفَشَتْ فِيهِ غَنَمُ الْقَوْمِ وَكُنَّا لِحُكْمِهِمْ شَاهِدِينَ فَفَهَّمْنَاهَا سُلَيْمَانَ وَكُلًّا آتَيْنَا حُكْمًا وَعِلْمًا. ദാവൂദ്, സുലൈമാൻ എന്നിവരുടെ സംഭവം നിങ്ങൾ ഓർക്കുക. ഒരു ജനതയുടെ ആട്ടിൻപറ്റം മറ്റൊരു വിഭാഗത്തിന്റെ തോട്ടത്തിൽ രാത്രി മേഞ്ഞ സന്ദർഭത്തിൽ, രാത്രി കയറി മേഞ്ഞു. മുന്തിരിത്തോട്ടം അതിന്റെ ഇല പോലും ബാക്കിയില്ലാതെ, ഒരു പഴവും ബാക്കിയില്ലാതെ തീർത്തും കാലിയാക്കി കൊടുത്തു. അപ്പൊ ഈ വിഷയത്തിൽ വിധി പറയണം. കാരണം രാത്രി ആടിൻപറ്റത്തെ കെട്ടിയിടണം, രാത്രി അഴിച്ചു വിടരുത്, പകലാണ് മേയാനുള്ളത്. ഇവരാകട്ടെ ഇവരുടെ തോട്ടത്തെ സംരക്ഷിക്കണം. അത് ഏത് സമയത്ത്? രാത്രി കാവലിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിലൊരു വിധി പറയണം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിധി പറഞ്ഞു, ഈ നഷ്ടത്തിന് പകരമായിട്ട് ആട്ടിൻപറ്റത്തെ ഈ തോട്ടം ഉടമകൾക്ക് കൊടുക്കണം. അദ്ദേഹം അതിന്റെ മഹാനായ നബിയാണ്. അള്ളാഹു നിർദ്ദേശം നൽകി, ഇഷ്ടപ്രകാരം വിധിക്കരുത്, അങ്ങനെ ചെയ്താൽ വഴിതെറ്റിപ്പോകും. ഉറപ്പായിട്ടും ന്യായമായ വിധിയാണ് വിധിച്ചത്.
നാശനഷ്ടങ്ങളൊക്കെ കണക്കാക്കിക്കൊണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഈ ആട്ടിൻ പറ്റത്തെ സമയബന്ധിതമായിട്ട് ഇവർക്ക് കൊടുക്കണം, തോട്ടം ഉടമകൾക്ക്. അതിൽ നിന്ന് ആ കാലയളവിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും അതിന്റെ മറ്റു പാലും മറ്റു വരുമാന മാർഗങ്ങളും ഒക്കെ അവരുപയോഗിക്കും. അത്രയും സമയം കൊണ്ട് ഈ ആട്ടിൻ പറ്റത്തിന്റെ ഉടമസ്ഥർ ഈ തോട്ടം തിരിച്ച് പരിപാലിച്ച് നേരത്തെ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലാക്കി കൊടുക്കണം. അത് പൂർവ്വസ്ഥിതിയിലായതിനു ശേഷം ഇതിനെ തിരിച്ചേൽപ്പിക്കാം. ഇവർക്ക് ഇവരുടെ തോട്ടം, അവർക്ക് അവരുടെ ആട്ടിൻ പറ്റം. ഇത് കൂടുതൽ ന്യായമായതാണ് എന്ന് അല്ലാഹു തആല അറിയിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് വിധികളെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭിന്നിച്ചത്, ഉപ്പയും മോനാന്നുള്ളത് ഓർമ്മയില്ലേ എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. വളരെ മനോഹരമായിട്ട് ഒറ്റ വരിയിൽ സുലൈമാനിന് നാം അത് മനസ്സിലാക്കി കൊടുത്തു. അവിടെ ഒരു വേറെ കാര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ശരിയായ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. അതുകൊണ്ട് വെറുതെയുള്ള ഉപരിപ്ലവമായ കഴിവുകൾക്ക് പുറമെ അള്ളാഹുവുമായുള്ള അപാരമായ ബന്ധം കൂടെ ഉള്ളവർക്കാണ് ഇത് കിട്ടുക. എന്നിട്ട് അല്ലാഹു തആല തൊട്ടുടനെ പറഞ്ഞു, വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ. രണ്ടു പേർക്കും നാം അറിവ് നൽകിയിട്ടുണ്ട്, തത്വജ്ഞാനവും നൽകിയിട്ടുണ്ട്. സുലൈമാൻ അസ്ന അല സുലൈമാൻ വലം യദുമ്മ ദാവൂദ്. മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തി, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിധിയെ, കണ്ടെത്തലിനെ പ്രശംസിച്ചു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുകഴ്ത്തുകയും ചെയ്തു, ആക്ഷേപിച്ചതേയില്ല. ഇതിനൊരു ഭിന്നിപ്പാണെന്ന് പറഞ്ഞില്ല, ഇതിന് അനൈക്യമാണെന്ന് പറഞ്ഞില്ല, വീട്ടിൽ ശൈഥില്യമുണ്ടെന്ന് പറഞ്ഞില്ല, ഉപ്പയും മകനും ഒക്കൂല എന്ന് പറഞ്ഞില്ല. മറിച്ച് ഇതിന് ശേഷമുള്ള വരികളിൽ ആദ്യം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ നിഅമത്തുകൾ എടുത്തു പറയുന്നു, ശേഷം സുലൈമാൻ നബിക്കും. അപ്പൊ ഇതെന്താണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മുഫസ്സിരീങ്ങൾ ഇതിനെപ്പറ്റി ധാരാളം എഴുതിയിട്ടുണ്ട്. ഇത്തരം ചിന്തിച്ചു അള്ളാഹുവിന്റെ ദീനിന്റെ പൊതുവായ വിധികൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വിധി പറയുമ്പോൾ ഭൗതിക വിശകലനം ആവശ്യമായിട്ട് വരും, ചിന്ത ഉപയോഗിക്കേണ്ടി വരും. ആ സമയത്ത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച പ്രകൃതം കാരണമായിട്ട് ആർക്കെങ്കിലും അതിലൊക്കെ പരാതി ഉണ്ടെങ്കിൽ ഈ മൊത്തം സ്ട്രക്ചർ മാറ്റേണ്ടി വരും. ഈ സ്ട്രക്ചർ കാരണം നമ്മുടെ ഭൗതികമായ അവസ്ഥകൾ കാരണം വ്യത്യാസങ്ങൾ ഉണ്ടാകും. അർഹരായ ആളുകൾ അവർക്ക് ആ വിഷയത്തിൽ വരുന്ന പിഴവുകൾക്ക് ഒരു പ്രതിഫലം ലഭിക്കും. നേരായതാണ് അവർ വിധിച്ചതെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയാൽ ഒരു പ്രതിഫലം, ശരി പറ്റിയാൽ 2 പ്രതിഫലം. അതുകൊണ്ട് അല്ലാഹു തആല അസ്ന അല സുലൈമാൻ വലം യദുമ്മ ദാവൂദ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രശംസിച്ചു, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആക്ഷേപിച്ചതുമില്ല. ഇതിൽ മുഫസ്സിരീങ്ങൾ ഇതിൽ ഇടയിലൊരു വിഷയം പറയണം. ഇത്തരം വിഷയങ്ങളിൽ നബി തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഹദീസ്, ഇദജ്തഹദൽ ഹാകിമു ഫഅസാബ ഫലഹു അജ്റാൻ. ഹാക്കിം, ഒരു യോഗ്യതയുള്ള അർഹനായ ഒരു വ്യക്തി നിയമം കണ്ടെത്താൻ, തീരുമാനം കണ്ടെത്താൻ ഇജ്തഹദ എന്ന കഠിന പ്രയത്നം. ഹാക്കിം എന്ന് പറഞ്ഞാൽ അതിന് യോഗ്യതയുള്ള ആൾ വെറുതെ പറഞ്ഞതല്ല, കഠിന പ്രയത്നം നടത്തിയിട്ട് പറഞ്ഞു. അങ്ങനെ ശരിയായത് കണ്ടെത്തിയാൽ 2 കൂലി, തെറ്റിപ്പോയാൽ 1 കൂലി. പണ്ഡിതന്മാർക്ക് ഇതിൽ 2 അഭിപ്രായങ്ങളുണ്ട്. രണ്ടിന്റെയും ആശയം ഒന്ന് തന്നെയാണ്. അവർ പറയുന്ന ഇത്തരം അവ്യക്തമായ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ അരികിൽ തീരുമാനം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതേതാണെന്നതിന് കൃത്യമായ തെളിവില്ല. ചിലർ അത് കണ്ടെത്തുന്നു, ചിലർ അതിൽ നിന്ന് തെറ്റിപ്പോകുന്നു. ഇതിനെ ഹക്ക് ബാത്തിൽ എന്ന് പറയുകയില്ല, ധർമ്മം അധർമ്മം എന്ന് പറയൂല, സത്യം അസത്യം എന്ന് പറയൂല. ഇത് ശരിയാണ്, ഇത് പിഴവാണ്. പിഴച്ചതെന്നല്ല, ഇത് ശരിയല്ല, പിഴവാണ്. സവാബ് ഖത ബസ്. എന്നാൽ മാലിക്കികൾ, ഇമാം ഖുർത്തുബിയും മറ്റും ഇതിൽ പറയുന്നത് അള്ളാഹു നമുക്ക് അറിയിച്ചു തരാത്തത് കൊണ്ട് 2ഉം ശരിയാണ്, ഇതാണ് കൂടുതൽ ശ്രേഷ്ഠമായത്, ഇതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. എങ്ങനെ പറഞ്ഞാലും കിട്ടുക 1 കൂലിയാണ്, തെറ്റിപ്പോയ ആൾക്ക്. ശരി പറഞ്ഞവർക്ക് കിട്ടുക 2 കൂലിയാണ്. ഈ ശരി പറയാതിരുന്ന ആളുടെ തീരുമാനത്തെ പറ്റി അതും ശരിയാണെന്ന് പറയോ അതിനെ പിഴവെന്ന് പറയുമോ എന്നതിൽ പോലും മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാരും മറ്റും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ഖുർത്തുബി പോലുള്ള മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നത് 2ഉം ശരിയാണ്, ഇത് അഫ്ളലാണ്, ഇത് ശ്രേഷ്ഠമാണ്. അത്രയും സ്ഥാനം ഈ 2 അഭിപ്രായങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. ഇത് നബിമാർക്കിടയിൽ സംഭവിച്ചു, ഇനി ആർക്കിടയിലാണ് സംഭവിക്കാത്തത്? 2 നാട്ടിലെ 2 കാദിമാർക്കിടയിൽ എന്തുകൊണ്ട് സംഭവിക്കാതിരിക്കും? എങ്ങനെ സംഭവിക്കാതിരിക്കും? 2 ഇമാമുമാർക്കിടയിൽ എങ്ങനെ സംഭവിക്കാതിരിക്കും?
ഖുർആൻ ഈ സംഭവത്തിലൂടെ നമുക്ക് വലിയ ആശ്വാസം, വലിയ വെളിച്ചം തന്നിരിക്കുകയാണ്. ഖുർആനാണ്, മതീനാണ്, ഒരു വാക്ക്, ഒരു ആയത്ത്, ഒരു വലിയ വിഷയത്തിൽ ധാരാളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ വിശദമായിട്ട് വിശദീകരിച്ചു തരികയും ചെയ്തു. ഒരിക്കൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നബിതങ്ങളുടെ കാലത്തുണ്ടായി. ഖന്ദഖ് യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ജൂത ഗോത്രങ്ങളെ കൂട്ടത്തിൽ സഖ്യകക്ഷികളായി നിർത്തിക്കൊണ്ടാണ് ഖുറൈശികളോടും ഗത്ഫാൻകാരോടും പോരാടിയത്. എന്നാൽ ബനൂ ഖുറൈള ഗോത്രക്കാര് ഒറ്റുകാരായിട്ട് പ്രവർത്തിക്കുകയും ഖുറൈശികളെ ഗത്ഫാൻകാരെ സഹായിക്കുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ യുദ്ധം അവസാനിച്ചതിന് ശേഷം പറഞ്ഞു, ആയുധങ്ങൾ താഴെ വെക്കാൻ സമയമായിട്ടില്ല, ഉടൻ തന്നെ ഒരു സൈന്യത്തെ ബനൂ ഖുറൈളയിലേക്ക് അയക്കണം. നബിതങ്ങൾ യാത്രയാക്കി അവർക്കൊരു നിർദ്ദേശം നൽകി, ലാ യുസല്ലിയന്ന അഹദും മിൻകും അൽ അസ്റ ഇല്ലാ ഫീ ബനീ ഖുറൈള, നിങ്ങളിൽ ആരും ബനൂ ഖുറൈളയിൽ എത്താതെ അസ്ർ നമസ്കരിക്കരുത്. ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അസ്റിന് മുമ്പ് ബനൂ ഖുറൈളയിൽ എത്തിയിരിക്കണം, അല്ലെങ്കിൽ അസ്ർ ബനൂ ഖുറൈളയിൽ എത്താതെ നിസ്കരിക്കരുത്. സഹാബാക്കൾ യാത്ര തിരിച്ചു. വഴിയിൽ അസ്റിന്റെ സമയമായി. ഒരു കൂട്ടർ പറഞ്ഞു, നബിതങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം വേഗം എത്തണം എന്നാണ്, അല്ലാതെ അസ്ർ ഖലാക്കണം എന്നല്ല. അടുത്ത കൂട്ടർ പറഞ്ഞു, നബിതങ്ങളാണെന്ന സമയത്ത് നമസ്കരിക്കണമെന്ന് പഠിപ്പിച്ചത്, അത് ദുർബലപ്പെടുത്താനുള്ള അധികാരവും നബിതങ്ങൾക്കാണ്. ബനൂ ഖുറൈളയിൽ എത്തിയിട്ട് നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ട് നമസ്കരിച്ചാൽ മതി. ഇമാം മുസ്ലിം രേഖപ്പെടുത്തി, അവർ പറഞ്ഞു, ലാ നുസല്ലി ഇല്ലാ മിൻ ഹൈതു അമറ റസൂലുള്ളാഹ് വലൗ ഫാതനൽ വഖ്ത്, നബിതങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്താതെ നമ്മൾ നമസ്കരിക്കുകയില്ല, അത് ഖളായി പോയാലും ശരി. ഖളായി പോയാലും ശരി, അവിടെ എത്തിയിട്ട് നമസ്കരിക്കുള്ളൂ. എന്താ സംഗതി? ഒരു സൈന്യാണ്, മുഴുവൻ മുസ്ലിമീങ്ങളല്ല, 140 കോടിയല്ല, 1400 വർഷത്തെ ഉമ്മത്തല്ല, ഒരു യാത്ര പോയ ഒരു സമൂഹം നൽകിയത് ഒരൊറ്റ നിർദ്ദേശം, ഒരു വരി. അതിൽ രണ്ടഭിപ്രായം. ഒരു കൂട്ടർ അതിന്റെ ബാഹ്യമായ അർത്ഥം എടുത്തു, ലിറ്ററൽ മീനിങ്, വാചകാർത്ഥം, വാക്കിന്റെ നേരെ അർത്ഥം. ബനൂ ഖുറൈളയിൽ എത്തിയിട്ട് അസ്ർ നിസ്കരിച്ചാൽ മതി, വേറെ എന്ത് സംഭവിച്ചാലും. വേറൊരു കൂട്ടർ അതിന്റെ ഉദ്ദേശത്തിലേക്ക് പോയി, അതിനെ മറ്റ് പ്രമാണങ്ങളുമായി തട്ടിച്ചു നോക്കി. നബിതങ്ങളാ പറഞ്ഞത്, പഠിപ്പിച്ചു തന്നത് ആയത്തെ ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നബിതങ്ങളാണ് മറ്റ് ഹദീസുകളിൽ പഠിപ്പിച്ചു തന്നത് നമസ്കാരത്തിന്റെ പ്രാധാന്യം. ഇവിടെ പറഞ്ഞത് വേഗം പോകണമെന്നാണ്. ഇപ്പം സമയത്ത് എത്താൻ പറ്റിയില്ലെന്ന് കരുതി അസ്ർ ഖളാക്കണം എന്ന് നബിതങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഉദ്ദേശം നോക്കി മറ്റ് പ്രമാണങ്ങളുമായി വിലയിരുത്തി ആ ഹദീസിന്റെ വാചകാർത്ഥത്തെ മാറ്റിവെച്ചു. അതിന്റെ ഉദ്ദേശപ്രകാരം അവർ മനസ്സിലാക്കിയ ഉദ്ദേശപ്രകാരം അവർ അമൽ ചെയ്തു. ഇത് അനൈക്യമാണോ? ഇത് ഭിന്നിപ്പാണോ? പ്രത്യേകിച്ച് ജിഹാദിൽ ശത്രുക്കളുടെ മുന്നിലുള്ളപ്പോൾ അള്ളാഹു ശക്തമായി വിരോധിച്ചു, വലാ തഫ്ശലു വഅതിഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുകും വസ്ബിറു. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ പരാജിതരായി പോകും, നിങ്ങളുടെ സൗരഭ്യം നഷ്ടപ്പെട്ടു പോകും. ഈ ആയത്തൊക്കെ ഇവരുടെ മുമ്പിലില്ലേ? പക്ഷെ ഇത് നബിതങ്ങളുടെ ഒരു ഹദീസ് മനസ്സിലാക്കുമ്പോൾ ഉണ്ടായ രണ്ടഭിപ്രായങ്ങളാണ്, രണ്ട് വീക്ഷണങ്ങളാണ്. രണ്ട് കൂട്ടരും എന്നിട്ട് ഒരു തീരുമാനത്തിലെത്തിയില്ല. ഒരു കൂട്ടർ വഴിയിൽ നിന്ന് തന്നെ നമസ്കരിച്ചു, ഒരു കൂട്ടർ അവിടെ എത്തിയിട്ട് നമസ്കരിച്ചു. തിരിച്ചു വന്നിട്ടാണ് രസം. നബിതങ്ങളോട് വലിയ സംഭവമായിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. വലം യുഅന്നിഫ് അഹദൻ മിൻഹും, നബിതങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയില്ല. ഞാൻ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു എന്ന് പോലും കണ്ടെടുത്തോളം റിവായത്തുകളിൽ വന്നിട്ടില്ല. അത്രയെങ്കിലും പറയാനോ, ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത് ഇതാണെന്ന്. 7-8 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പണ്ഡിതന്മാര് നോക്കുകയാണ് അതിലാരായിരിക്കും ശരിയെന്ന്. എന്തായാലും അന്ന് അവിടെ ഒരു ചർച്ച നടന്നു എന്ന് ലഭ്യമായ റിവായത്തുകളിൽ കാണുന്നില്ല. അല്ലാഹു ആലം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം. നബിതങ്ങൾ രണ്ടു കൂട്ടരെയും ആക്ഷേപിച്ചില്ല. ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിലും എഴുതി, ഇത്തരം വിഷയങ്ങളിൽ ഹദീസിന്റെ വാക്കർത്ഥം സ്വീകരിക്കണോ അതോ മറ്റ് ഹദീസുകളുമായി തട്ടിച്ചു നോക്കിയിട്ട് അതിന്റെ ഉദ്ദേശം പരിഗണിച്ച് പൊതുവായി പറഞ്ഞ സ്ഥിരമായി പറഞ്ഞ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഈ പ്രത്യേകമായ കൽപ്പനയെ മനസ്സിലാക്കണോ എന്നൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മദ്ഹബുകൾക്കിടയിൽ വന്നത് ഇതിൽ ആരെയും ആക്ഷേപിക്കേണ്ടതില്ല, ഇതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല. ഇത് സ്വാഭാവികമാണ്, ഇത് അനിവാര്യമായി സംഭവിക്കുന്ന കാര്യമാണ്. ഇതാണ് ഈ ഹദീസിന്റെ പാഠം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ചെറു സംഘത്തിനാണ് അയച്ചത്, അതായത് മുഴുവൻ സഹാബത്തില്ല. അതിൽ 20 കൊല്ലത്തേക്കുള്ള യാത്രയല്ല, ഒരു വലിയ ഗ്രന്ഥം കയ്യിൽ കൊടുത്തിട്ടില്ല, ഒരൊറ്റ നിർദ്ദേശമേ കൊടുത്തിട്ടുള്ളൂ. ചെറിയ യാത്ര, ചെറു സംഘം, ഒറ്റ നിർദ്ദേശം. അതിൽ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടായെങ്കിൽ 100 കണക്കിന് 1000 കണക്കിന് ഹദീസുകളുമായിട്ട് ലോകത്തിന്റെ നാനാഭാഗത്ത്
150 കോടി മുസ്ലിമീങ്ങൾ 1400 കൊല്ലം ജീവിച്ചാൽ ഇതുപോലെ എന്തെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഇത് നബി തങ്ങൾ സഹാബാക്കളിലൂടെ നമുക്ക് ഈ വിഷയങ്ങൾ പഠിപ്പിച്ചു തരിക. നബി തങ്ങൾ ഇതിൽ ആരെയും ആക്ഷേപിച്ചില്ല. ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ് നബിമാർക്കിടയിൽ ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും ഇടയിൽ ഉണ്ടായതുപോലെ, ബനൂ ഖുറൈദയിലേക്ക് പോയ സഹാബാക്കളുടെ സംഘത്തിൽ ഉണ്ടായതുപോലെ അതിന് ഛിദ്രത, ഭിന്നിപ്പ്, അനൈക്യം, ശൈഥില്യം എന്ന് പറഞ്ഞില്ല. അതിന്റെ പേരിൽ ഒരു പരാജയം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നൊരു സഹായക്കുറവ് ഉണ്ടായില്ല. നബി തങ്ങൾ അതിന്റെ പേരിൽ ആക്ഷേപിച്ചില്ല. ലഭ്യമായ റിവായത്തുകൾ പ്രകാരം ഏതാണ് ശരി എന്ന് പോലും പറഞ്ഞിട്ടില്ല. ഈ രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സമീപിക്കേണ്ടത്. ന്യായമായ കാരണങ്ങളുടെ പേരിൽ അർഹരായ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനാവാതെ 1-ാം നൂറ്റാണ്ട് മുതൽ നിലനിന്ന് വന്നാൽ സഹാബാക്കൾ അതിനെ സമീപിച്ച രീതി ഒന്ന് സ്വീകരിക്കുക, അടുത്തതിനെ മാനിക്കുക എന്ന രീതിയാണ് നമുക്ക് ഈ വിഷയത്തിൽ സ്വീകരിക്കാനുള്ളത്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ രേഖപ്പെടുത്തി. ക്രോഡീകരിക്കുന്നതിന്റെ ചുമതല അവരുടെ ചുമലിലായിപ്പോയി. അപ്പം മുമ്പുള്ള കഥ അറിയാതെ ആട്ടം കണ്ടവർ അവരാണ് ഇതൊക്കെ കുഴപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് കരുതിപ്പോയി. ഇതേ സംഭവിച്ചിട്ടുള്ളൂ. ഈ മുഴുവൻ അഭിപ്രായ വ്യത്യാസങ്ങളും സഹാബാക്കൾക്കിടയിലാണ്, താബിഈങ്ങൾക്കിടയിലാണ്, താബിഈങ്ങൾക്കിടയിലാണ്. അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങളിൽ മാത്രമേ അതിന്റെ നേരെ വെളിച്ചത്തിൽ, അതിന്റെ നേരെ ഔട്ട്ലൈൻ, അതിന്റെ ബാക്കി ഭാഗം ഷറഹ് പൂർത്തീകരിക്കുന്ന വിധത്തിൽ മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. സഹാബാക്കൾക്കിടയിൽ സഹീഹായ സനദോടുകൂടെ 200 വിഷയങ്ങളിലെങ്കിലും നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണിക്കാൻ സാധിക്കും. വുളു മുതൽ നമസ്കാരത്തിലേക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന അത്ഭുത സത്യം പറഞ്ഞല്ലേ. ദിവസം 5 നേരം 10 കൊല്ലം നബിതങ്ങൾ അവരെ മുമ്പ് നമസ്കരിക്കാൻ. എന്നിട്ടും എത്രയാണ്? അപ്പൊ സക്കാത്തിൽ എത്ര ഉണ്ടാകും? ഹജ്ജ് ആകെ ഒരു തവണ ചെയ്തിട്ടുള്ളൂ, എത്ര ഉണ്ടാകും? മറ്റ് കച്ചവടം, വാടക, ഇതിലൊക്കെ ചില ആൾക്കാർക്ക് പറ്റിയ അമളി എന്താണെന്ന് കരുതൽ. ഇവര് നബിതങ്ങളെ മനസ്സിലാക്കിയത് നഊദുബില്ലാ സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുന്നു എന്നാണ്. ഒരു പാഠപുസ്തകം വെച്ചിട്ട് പാഠം 1 വുളുവിന്റെ ഷർത്തുകൾ 6, മനസ്സിലായില്ലേ? ഷർത്ത് 6 5, എത്ര? 5. അപ്പൊ ഇങ്ങനെ പഠിപ്പിച്ചു എന്നാണ് കരുതുന്നത്. യഥാർത്ഥത്തിൽ ജീവിച്ച് പോവുകയാണ് ചെയ്തത്. ചെയ്തുകൊണ്ടേ പോയി, നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേ പോയി. സഹാബാക്കൾ പലരും അത് വെച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പൊതുവായ തത്വങ്ങൾ മാത്രമേ ചില സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൂ. ഹദീസുകൾ ഇപ്പം ചില ആൾക്കാർ ഇതിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇൻഷാ അല്ലാഹ് അവരെ പറ്റി നമുക്ക് അവസാനത്തിൽ പറയാം. അവരാകെ കുതിര കളിക്കുന്നത് ഈ നിസ്കാരത്തിൽ മാത്രമാണ്. നിസ്കാരത്തിൽ കൈവച്ചത് ശരിയില്ല, നിസ്കാരത്തിൽ കാല് വെച്ചത് ശരിയില്ല. സക്കാത്തിൽ വന്ന് നോക്കണം, ഒറ്റെണ്ണം വായി തുറക്കൂല. നമ്മൾ സക്കാത്ത് എങ്ങനെ കൊടുത്താലും ഇവര് കൊണ്ടൂല. കടത്തിന് സക്കാത്തുണ്ടോ? വാങ്ങാനുള്ള കടത്തിന്, കൊടുക്കാനുള്ള കടത്തിന്, കിട്ടും എന്ന് പ്രതീക്ഷയുള്ള കടം, കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത കടം കൊടുക്കണോ വേണ്ടെന്ന് ചോദിച്ചു നോക്കിയാ വഴങ്ങൂല. കാരണം അതിലൊന്നും ഇവർക്ക് ഹദീസില്ല. സഹാബാക്കളുടെ ഫത്വകളാണ്, ഇജ്തിഹാദാണ്, പൊതുവായ നിയമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഈ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് വെറും നമസ്കാരത്തിലാണ്. നമസ്കാരത്തിൽ തന്നെ അവരുടെ സ്ഥിതി എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനത്തിൽ പറയാം, ഈ നിലപാട് പറയുമ്പോൾ. അപ്പൊ ഇനി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ നമസ്കാരത്തിൽ തന്നെ സഹാബാക്കൾക്കിടയിൽ 10 വർഷം 5 നേരം മുമ്പിൽ നിന്നിട്ട് ഇടയ്ക്ക് മിമ്പറിന്റെ മുകളിൽ നിന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്ര വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും സഹാബാക്കൾ അതിനെ സഹിഷ്ണുതയോടെ കാണുകയും ചെയ്തെങ്കിൽ ബാക്കിയുള്ള അധ്യായങ്ങളിൽ അത്രയും ഹദീസുകൾ ലഭ്യമാകാത്ത, നിസ്കാരത്തിൽ എല്ലാത്തിനും അധ്യായമുണ്ട്. കൈകെട്ടുന്ന അധ്യായം, പിന്നെ കൈ എവിടെ വെക്കണം എന്ന് പറയുന്ന അധ്യായം, റുക്കൂയിലേക്ക് പോകുന്ന അധ്യായം, കൈ വെക്കുന്നത്, റുക്കൂയിൽ കൈ വെക്കുന്നത്. സക്കാത്തിൽ എവിടെയുള്ളത്? വാടക, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ. ഹജ്ജിലേക്ക് വന്നാൽ അധ്യായങ്ങൾ ഇങ്ങനെ കുറഞ്ഞു പോവാണ്. അപ്പൊ അവിടെ എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ വിഷയത്തിലൊക്കെ സഹാബാക്കൾക്കിടയിൽ സഹിഹായ സനദുകളോട് കൂടെ തന്നെ മിനിമം 200 കാര്യങ്ങളിലെങ്കിലും സഹാബാക്കൾക്കും താബിഈങ്ങൾക്കുമാണ് പറഞ്ഞത്. ആദ്യത്തെ 3 തലമുറയിൽ മിനിമം 200 വിഷയങ്ങളിലെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് നബിമാർക്കിടയിൽ, നബിതങ്ങളുടെ കാലത്ത് സഹാബാക്കൾക്കിടയിൽ, താബിഈങ്ങൾക്കിടയിൽ, താബിഈങ്ങൾക്കിടയിൽ നിലനിന്നു വന്നു. ക്രോഡീകരണത്തിന്റെ സമയമായപ്പോൾ മൈതാനത്തുണ്ടായിരുന്നത് നമ്മുടെ ഇമാമുമാരാണ്. നേരത്തെയുള്ള കഥ അറിയാത്തവർ കരുതി ഇവർ തമ്മിൽ അടിയുണ്ടായതാണെന്ന്. അതെവിടെ സംഭവിച്ചിട്ടുള്ളൂ? ഇവരൊന്നുമില്ല. സഹാബാക്കൾക്കിടയിൽ ദീനിനെ മനസ്സിലാക്കുന്നതിൽ വന്ന
വ്യത്യാസങ്ങൾ അള്ളാഹു അനുവദിച്ചത് അനിവാര്യമായി ഉണ്ടാകുന്നത് ഇമാമുകൾ ക്രോഡീകരിച്ചു എന്ന് മാത്രം. ഇതിനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പല കാരണങ്ങളുണ്ട്. ചില കാരണങ്ങളും അതിന്റെ വെളിച്ചത്തിൽ ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം മാതൃകക്ക് വേണ്ടി വിവരിക്കാം. ഒന്നാമതായിട്ട് ഖുർആനിൽ വന്നിട്ടുള്ള പദങ്ങൾ, അതിന്റെ അർത്ഥത്തിലുള്ള വ്യത്യാസം. ഉദാഹരണത്തിന് വിവാഹമോചിതയാകുന്ന സ്ത്രീ 3 ഖുർഅ ഇദ്ദയിരിക്കണം. വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന തലാസത ഖുറൂ. വിവാഹമോചിതയാകുന്ന സ്ത്രീ, വിവാഹമോചനം ചെയ്യപ്പെടുന്ന സ്ത്രീ 3 ഖുർഅ ഇദ്ദയിരിക്കണം. അറബി ഭാഷയിൽ ഏത് ഡിക്ഷണറി പരതിയാലും ഖുർആന് ഈ ഋതുകാലമെന്നും ശുദ്ധിയുടെ കാലമെന്നും 2 അർത്ഥമുണ്ട്. ആർത്തവകാലം, ശുദ്ധിയുടെ കാലം. അറബി ഭാഷന്റെ കുഴപ്പമാണ്. നിങ്ങൾക്ക് ഇത് കുഴപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് അറബി ഭാഷന്റെ കുഴപ്പമാണ്. ഈ കുഴപ്പമുള്ള വാക്ക് നഊദു ബില്ലാഹ് ഖുർആനിൽ വന്നതിന്റെ കുഴപ്പമാണ്. ഇത് കുഴപ്പമാണെങ്കിൽ ഇത് കുഴപ്പമല്ല. ആർക്കെങ്കിലും ഇങ്ങനെ ഋതുമതി ഒരു തലാഖ് ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ എത്ര കാലം ഇദ്ദയിരിക്കണം, അതിൽ 2 അഭിപ്രായങ്ങൾ ഉണ്ടായത്. 3 ശുദ്ധിയുടെ കാലമെന്നും 3 ആർത്തവ കാലമെന്നും 2 അഭിപ്രായങ്ങൾ ഉണ്ടായത് ഒരു കുഴപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഭാഷയുടെ കുഴപ്പമാണ്. ആ കുഴപ്പമുള്ള ഭാഷ അവിടെ വന്നതിന്റെ കുഴപ്പമാണ്. ഇങ്ങനെ പദങ്ങളുടെ പേരിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. വലാ തൻകിഹു മാ നകഹ ആബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ്. ജാഹിലിയ കാലഘട്ടത്തിൽ പിതാവ് വിവാഹം ചെയ്തിരുന്ന അല്ലെങ്കിൽ വീഴ്ച നടത്തിയിരുന്ന സ്ത്രീയെ പിതാവിന്റെ മരണശേഷം മകൻ സമീപിക്കുന്നതിന് അല്ലെങ്കിൽ ഭാര്യയായി സ്വീകരിക്കുന്നതിന് അവർ തെറ്റായി കണ്ടിരുന്നില്ല. ഖുർആൻ അതിനെ ശക്തമായിട്ട് വിലക്കി. നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം ചെയ്തവരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ഈ നകഹ എന്ന വാക്കിന് ഭാഷയിൽ കൂട്ടിപ്പിണയുക, സംസർഗം നടത്തുക, വിവാഹം ചെയ്യുക എന്ന പല അർത്ഥങ്ങളുണ്ട്. ഇമാം ഷാഫി അതിന്റെ വിവാഹം എന്ന അർത്ഥം സ്വീകരിച്ചു. ഇമാം അബൂ ഹനീഫ വിവാഹത്തിലൂടെയല്ലാതെ ഭാര്യ സമീപിച്ച സ്ത്രീയെ മകന് സമീപിക്കാൻ അനുവാദമില്ലെന്ന് പറഞ്ഞു. ഇതും ഈ നകഹ എന്ന വാക്കിന്റെ വെളിച്ചത്തിലുണ്ടായ വ്യത്യസ്ത അഭിപ്രായമാണ്. ഇന്ത്യയിൽ ഇതിന്റെ പേരിൽ പ്രമാദമായൊരു കേസുണ്ടായി. ഇമ്രാന കേസ് എന്ന പേരിൽ മുസഫർ നഗറിൽ മകന്റെ ഭാര്യയുമായിട്ട് ഒരു പിതാവ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് ഇനി മകന് ഇവരുമായി ബന്ധം തുടരാൻ അവകാശമില്ല എന്ന് ദാറുൽ ദേവബന്ദ് ഹനഫി മദ്ഹബ് പ്രകാരം ഫത്വ കൊടുത്തപ്പം, പ്രമാണങ്ങളെ ഖുർആനിന്റെ അവർ മനസ്സിലാക്കുന്ന രീതിയിൽ ഫത്വ കൊടുത്തപ്പോൾ ഇവിടെയുള്ള മദ്ഹബ് വിരോധികൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വായി തുറക്കാൻ കുറെ അവസരം കൊടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ പ്രദേശത്ത് പ്രചരിച്ചിട്ടുള്ള മദ്ഹബ് ഏതാണോ അതനുസരിച്ച് അവർ വിധി പറയുമ്പം അതിൽ മൗനം പാലിക്കലാണ് മറ്റ് മദ്ഹബുകാരുടെ, മറ്റ് ഇജ്തിഹാദുകാരുടെ മാന്യമായ രീതി. അതിന് പകരം ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അനർഹമായിട്ട് അവിഹിതമായിട്ട് വായി തുറക്കാനുള്ള അവസരം, അതായത് ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ശത്രു എന്ന് അവർ കണക്കാക്കുന്നവരെ എങ്ങനെയെങ്കിലും താറടിക്കുക, അത് ഇസ്ലാമിന് തന്നെ മോശമായിട്ട് ഭവിച്ചാലും ശരി എന്ന വളരെ മോശമായിട്ടുള്ള സമീപനം കാരണം. ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം നകഹ എന്ന വാക്കിന്റെ അർത്ഥമാണ്. ഇപ്പൊ നമ്മുടെ അഭിപ്രായത്തിൽ പിതാവ് വിവാഹം ചെയ്ത സ്ത്രീയെ മകന് വിവാഹം ചെയ്യാൻ പാടില്ല, നമ്മുടെ ഉമ്മയായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഹനഫി മദ്ഹബിൽ വിവാഹത്തിലൂടെയോ അല്ലാതെയോ പിതാവ് സമീപിച്ച സ്ത്രീയെ സമീപിക്കാൻ പാടില്ല. 2 കൂട്ടരുടെയും തെളിവ് ഈ ഒരേ ആയത്താണ്. ഈ ആയത്തിൽ വന്നിട്ടുള്ള നകഹ എന്ന വാക്കിന്റെ അറബിയിൽ സാധൂകരണമുള്ള 2 അർത്ഥങ്ങളിൽ ഒന്നൊരു കൂട്ടർ സ്വീകരിച്ചു, ഒന്ന് അടുത്ത കൂട്ടർ സ്വീകരിക്കുന്നു. ഇതാർക്കാ പരിഹരിക്കാൻ പറ്റുക? അതേപോലെ വേറൊരു വിഷയം ഖുർആനിൽ പറഞ്ഞു, ഔലാമസ്തുമുൻ നിസ, നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ വുളു മുറിയും എന്ന് പറഞ്ഞു. ഈ സ്പർശനം ലൈംഗിക സ്പർശനമാണോ അതോ ശാരീരിക സ്പർശനമാണോ? അഭിപ്രായ വ്യത്യാസം സഹാബാക്കൾക്കിടയിലാണ്. ഇബ്നു ഉമർ, ഇബ്നു മസ്ഊദ് തുടങ്ങിയ സഹാബാക്കൾ പറഞ്ഞു, മസ്ഉൽ മർഅതി ലംസുഹ, ഇവളെ സ്പർശിച്ചാൽ സാധാരണ ശാരീരിക സ്പർശനം തന്നെ മുലാമസത്താണ്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റു പ്രമുഖരായ സഹാബാക്കൾ പറഞ്ഞു, ലാമസ എന്ന അങ്ങനെ അർത്ഥമുണ്ടെങ്കിലും ഖുർആനിലെ മറ്റു സ്ഥലങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സംസർഗം എന്നാണ്. അപ്പൊ ഭാര്യയുമായി സംസർഗം നടത്തിയാൽ മാത്രമേ വുളു മുറിയൂ. അപ്പൊ ഈ ആയത്തിലാണ് അഭിപ്രായ വ്യത്യാസം. ഈ വാക്കിന്റെ 2 അർത്ഥങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസം. ആ സമയത്ത് ഒരു ഹദീസ് അതിന്റെ ഇടയിൽ കയറി വന്നു. ഈ ആയത്തിന്റെ 2 അർത്ഥം അറിയാത്തവർ കരുതി നമുക്ക് ആ ഹദീസ് കിട്ടാത്തത് കൊണ്ടാണ്. വലിയ ഷാഫി മദ്ഹബ് ഹദീസിന് വിരുദ്ധമാണ് എന്ന് പറയാൻ
ഉപയോഗിക്കുന്ന രണ്ടൊന്ന് സ്ത്രീയെ തൊട്ടാൽ വുളു മുറിയുമെന്ന് പറഞ്ഞത്. അവർ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹയെ നബിതങ്ങൾ ചുംബിച്ചു, ശേഷം വുളു എടുക്കാതെ നമസ്കരിച്ചു. ഖബ്ബല ഇഹ്ദാ സൗജാതിഹി വലം യതവല്ല. ആ ഹദീസ് ഇമാം ഷാഫിക്ക് കിട്ടാത്തത് കൊണ്ടാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മൾ ഈ മദ്ഹബുകളെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. എന്തായാലും ഷാഫി മദ്ഹബുകാരോട് അവരധികം കളിക്കാൻ വരാറില്ല. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഹദീസ് സഹീഹും ലഈഫും നോക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് ഷാഫികളാണ്. ഹദീസ് നിദാന ശാസ്ത്രത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും, ഒരു 10-20 ഗ്രന്ഥത്തിന്റെ പേര്, ആ ക്രോഡീകരണം തുടങ്ങിയ കാലം മുതൽ ആ ക്രോഡീകരണം അവസാനിച്ച തദ്രീബുർ റാവി വരെയുള്ള കിതാബുകൾ എഴുതി അതിന്റെ ഇമാമുമാർ അവരുടെ അഖീദ, അവരുടെ മദ്ഹബ് എഴുതിയാൽ കൊലയായിട്ട് അഷ്അരി ഷാഫി അവരാണ് വരിക. മുഖദ്ദമത്ത് ഇബ്നു സലാഹ് അതിനെ ഹൃസ്വമാക്കി ഇമാം സുയൂത്തി തദ്രീബുർ റാവി, ഇമാം സുയൂത്തി തഖ്രീബ് എഴുതി. ഇമാം സുയൂത്തി അതിനെ വിശദീകരിച്ചു, തദ്രീബുർ റാവിയാക്കി. ഇമാം ഇറാഖി അതിനെ കവിതയാക്കി, അൽഫിയത്തുൽ ഇറാഖി. ഇമാം സഖാവി അതിനെ പദ്യമാക്കി, അതിനെ ഷറഹ് ചെയ്തു, ഫത്ഹുൽ മുഗീസ്. അതുപോലെ തന്നെ ഇമാം സുയൂത്തി അതിനെ കവിതയാക്കി. ഇങ്ങനെ ഇമാം ഇബ്നു കസീറിന്റെ അൽ-ബാഇഫുൽ ഹദീസ്, ഇവർ മുഴുവനും ഷാഫി മദ്ഹബുകാരാണ്. അപ്പൊ സഹീഹും ലഈഫും നോക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഈ തറവാട്ടിലെ പടക്കുതിരകളായ ഷാഫി മദ്ഹബുകാരോട് സഹീഹും ലഈഫും പറഞ്ഞു വരാൻ മാത്രം വളർന്ന ആരും ആ കൂട്ടത്തിലില്ല. എന്നാൽ അവർക്ക് ഹനഫികളെ ശരിക്കും അറിയില്ല. അറിയാത്തത് കൊണ്ട്, അത് ഹനഫികൾക്ക് കുഴപ്പമുള്ളത് കൊണ്ടല്ല, അവർക്ക് ശരിക്കും അറിയില്ല. അറിയാത്തത് കൊണ്ട് ഹനഫി മദ്ഹബിൽ ഭയങ്കര തെറ്റുകളുണ്ട് എന്ന മൂഢധാരണ അന്തർദേശീയ തലത്തിൽ ഈ മദ്ഹബ് വിരോധികൾക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായ ഒരു കാരണമുണ്ട് അതിന്. ഈ പറയുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ രചിച്ചവർ പലരും റഷ്യയിൽ ജനിച്ചവരും ഹിജാസിൽ ദീർഘകാലം കഴിച്ചുകൂട്ടിയവരുമാണ്. ഇമാം അബൂ ഹനീഫയാകട്ടെ ഇവിടെയുള്ള ഇൽമുകൾ സ്വീകരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ഇറാഖാണ്. ഖിലാഫത്തിന്റെ ആസ്ഥാനം അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ഇറാഖിലേക്ക് മാറ്റി. പ്രമുഖരായ 2 സഹാബാക്കൾ, ഇബ്നു മസ്ഊദ്, അലി, സഹാബാക്കൾക്കുള്ള ആലിമീങ്ങളെ 10-ൽ കുറഞ്ഞ ആലിമീങ്ങളെ വിരലുകൊണ്ടെണ്ണിയാൽ ഏറ്റവും അഗ്രഗണ്യരായ അലി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ, ഇവരുടെ പ്രവർത്തന മണ്ഡലം, ഇവരുടെ ഇൽമിന്റെ പ്രചരണം നടന്ന സ്ഥലം, ഇവരുടെ ശിഷ്യന്മാർ ദീന് പഠിപ്പിച്ച സ്ഥലം ഇറാഖാണ്. ഇതിൽ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ മുഹബ്ബത്ത് കൂടിപ്പോയിട്ട് ഷീഇസത്തിലേക്ക് പോയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സമർത്ഥരായ 5 അല്ലെങ്കിൽ 6 ശിഷ്യന്മാർ, അതിൽ 5ഉം വികലാംഗരാണ്. അള്ളാഹു അവരുടെ ഖബറുകളെ പ്രകാശം കൊണ്ട് നിറക്കുമാറാകട്ടെ. അഅമശ്, അസ്വദ്, പേരിൽ തന്നെ വൈകല്യമുള്ള, കാണാൻ വൈരൂപ്യമുള്ള, എന്നാൽ അള്ളാഹുവിന്റെ ദീനെ സംരക്ഷിക്കുന്നതിൽ അള്ളാഹു വലിയ തൗഫീഖ് കൊടുത്ത ആ മഹത്തുക്കളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടിയ ഇൽമിന്റെ സാഗരത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിനെയും സംരക്ഷിച്ചത്. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അസ്ഹാബു അബ്ദില്ല സുർജു അഹ്ലി ഹാദിഹിൽ ഖറിയ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ശിഷ്യന്മാർ ഇറാഖിലെ വിളക്കുകളാണ്, ഇറാഖിലെ നക്ഷത്രങ്ങളാണ്. അവരാണ് ഇവിടെ ദീനിനെ സംരക്ഷിക്കുന്നത്. ഇവരുടെ മുഴുവൻ ഫിഖ്ഹിനെ ആവാഹിച്ച സമൂഹത്തിന്റെ നേതാവാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെ ഇവർ കരുതുന്ന ഒരു കാര്യം, ഹിജാസിലുള്ള ഹദീസുകളാണ് കൂടുതലും ഇവരുടെ മുമ്പിലേക്ക് എത്തുന്ന കിതാബുകളിലുള്ളത്. എന്നാൽ ചിലപ്പോൾ അതിനേക്കാൾ സഹീഹായിട്ടുള്ള സനദോടുകൂടെ ഇവർ സാധാരണ വായിക്കാത്ത ഗ്രന്ഥങ്ങളിൽ ചിലപ്പോൾ അതിനേക്കാൾ എണ്ണത്തിൽ ഇമാം അബൂ ഹനീഫക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇമാം അബൂ ഹനീഫക്ക് പുറകെ ആര് ജനിക്കുമെന്ന് നോക്കേണ്ട ബാധ്യതയില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന ഹദീസും അദ്ദേഹം മനസ്സിലാക്കിയ ദീനും അനുസരിച്ച് പ്രവർത്തിക്കാൻ കൽപ്പിക്കപ്പെട്ട ഇമാമാണ് അദ്ദേഹം. അതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന ഹദീസുകളിൽ അതില്ലെന്ന് കരുതിയിട്ട് ഇവരുടെ വിചാരം ഹനഫി മദ്ഹബിൽ കുറച്ച് അപാകത ഉണ്ടെന്നാണ്. നിസ്കാരത്തിൽ ഒരാൾ ചോദിച്ചവനോട് ഹനഫി മദ്ഹബിൽ നിസ്കാരം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്നൊരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് തയ്യാർ. രാവിലെ മുതൽ ഉച്ച വരെ, ഉച്ചയ്ക്ക് ശേഷം സലഫികളുടെ നമസ്കാരം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. അവൻ പോയ വഴിക്ക് പുല്ല് മുളച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് ചോദിക്കാൻ ഭയങ്കര ഉഷാറാണ്. ഞാൻ പറഞ്ഞ ആ ചർച്ച നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങളൊരു 1000 അനുയായികൾ അപ്പൊ തന്നെ പറിച്ചെടുക്കുന്നതാണ്. സലഫികളുടെ നമസ്കാരം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്നൊന്ന് 2 മണിക്കൂർ മുമ്പിൽ ഇരുന്നേരാൻ തയ്യാറായാൽ, നമ്മൾ വെല്ലുവിളിക്കുന്നില്ല, ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല, തയ്യാറായാൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇവർക്കൊരു എന്തുകൊണ്ട് ഷാഫികളുടെ നിസ്കാരം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ചോദിക്കാത്തത്? പ്രമാണം നമ്മളാണ് പഠിപ്പിച്ചു കൊടുത്തത്.
ഹനഫികൾക്കും പ്രമാണമുണ്ട്, നമ്മളുടെ അതേ പ്രമാണം അവരുടെ കയ്യിലുണ്ട്. ഹിജാസിന്റെ ഇൽമ നമ്മൾ ആവാഹിച്ചതുപോലെ നമ്മുടെ ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, എനിക്ക് ഈ ഉദുവിന്റെ ഹദീസ് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്, ആവാഹിച്ചതുപോലെ ഇറാഖിലെ അലി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമയുടെ പ്രഗത്ഭരായ ശിഷ്യന്മാർ പഠിപ്പിച്ച ഇൽമ സമ്പാദിച്ച സമൂഹത്തിന്റെ ഇമാമാണ് ഇമാം അബൂ ഹനീഫ. അദ്ദേഹം ഇവിടുത്തെ ഇൽമ അറിയാത്ത വ്യക്തിയല്ല. ഇവിടെയാണ് മക്ക. ഏത് മുസ്ലിമിനും അവിടെ ഇടക്കിടക്ക് വന്നേ പറ്റൂ. ആ സമയത്ത് പണ്ഡിതന്മാർ സംഗമിക്കും, ഹദീസുകൾ പഠിക്കും, ചർച്ച ചെയ്യും. ഇമാം അബൂ ഹനീഫക്ക് മുമ്പിൽ സംസാരിച്ച അധികം ആളുകളും കരപറ്റിയിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? വളരെ സൗമ്യമായിട്ട് അദ്ദേഹം ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ ഇമാമുകൾ പറയുന്നത് പോലെ മുമ്പിലുള്ള ആള് വേർത്ത് കുളിച്ചു പോകും. ഇമാം മാലിക് പറഞ്ഞു, ഈ കാണുന്ന തൂണ് സ്വർണ്ണമാണെന്ന് അദ്ദേഹം പറയാൻ തീരുമാനിച്ചാൽ നമ്മളെ കൂടെ അത് സമ്മതിപ്പിക്കും. അപ്പൊ ഇവിടെ വുദൂന്റെ ഇതാണ് ഹനഫി മദ്ഹബിന് അവർക്കറിയാത്തത് കൊണ്ടുള്ള വിഷയമാണ്. ഹനഫി മദ്ഹബിന്റെ ഇജ്തിഹാദിന്റെ രീതി നമ്മൾ നേരത്തെ പറഞ്ഞ ബനൂ ഖുറൈദയിലേക്ക് പോയ സംഘം നമസ്കാരം സമയത്ത് നിർവഹിച്ച അതിന്റെ വാക്കർത്ഥം സ്വീകരിക്കാതെ മറ്റ് പ്രമാണങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കി അതിന്റെ ഉദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചവരുടെ ഇജ്തിഹാദുമായിട്ട് സാമീപ്യമുള്ള രീതിയാണ് അവരുടേത്. ഇവരുടേതാകട്ടെ ലിറ്ററൽ മീനിങ്, വാക്കർത്ഥം നോക്കുന്ന രീതിയാണ്. അതുകൊണ്ട് രണ്ടും തമ്മിൽ പ്രകൃതത്തിൽ ചെറിയ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാതെ പോകുന്നത്. പക്ഷെ അത് ഇരുന്ന് പറഞ്ഞു കൊടുത്താൽ വേഗം മനസ്സിലായിക്കോളും. അപ്പൊ ഇവിടെ ഈ ഹദീസ്, നബിതങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു, വുദു എടുത്തില്ല. ഈ ഹദീസ് എവിടെയുള്ള ഹദീസാണെന്നറിയോ? ഹിജാസിലുള്ള സനദുള്ള ഹദീസാണത്. ആയിഷ റളിയല്ലാഹു അൻഹ ഹിജാസിലാണ് താമസിച്ചത്. അവരുടെ ശിഷ്യന്മാർ ഹിജാസിലാണ് കഴിഞ്ഞത്. ഹിജാസിലെ ഇൽമ് മുഴുവൻ അരച്ചു വലിച്ചു കുടിച്ചവരാണ് ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അഹ്മദ്. മൂന്നാളും ഈ ഹദീസ് സ്വീകരിച്ചിട്ടില്ല. മൂന്ന് മദ്ഹബിലും ഭാര്യയെ വികാരത്തോടെ തൊട്ടാൽ മുറിയും. ഷാഫി മദ്ഹബിലാകട്ടെ വികാരമില്ലാതെ തൊട്ടാലും മുറിയും. വികാരമില്ലാതെ ഇതുവരെ ലോകത്താരും ചുംബിച്ചിട്ടില്ല. വികാരമില്ലാതെ ഒരു ചുംബനം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടന്നിട്ടില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കാൻ പാടില്ല. അപ്പൊ എന്താണെങ്കിലും മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും വികാരത്തോടുകൂടുള്ള സ്പർശനം കാരണം വുദു മുറിയും. ചുരുക്കത്തിൽ മൂന്ന് മദ്ഹബിന്റെ വക്താക്കളും ഈ ഹദീസ് സ്വീകരിച്ചിട്ടില്ല. വുദു മുറിയുന്ന വിഷയമാണ്. അതുകൊണ്ട് ഒരു ഹദീസ് ഉണ്ടെങ്കിൽ നാട്ടിലെ എല്ലാവർക്കും അറിയേണ്ട ഹദീസാണ്. വേറെ എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഏതെങ്കിലും ഗ്രഹണ നമസ്കാരത്തെ പറ്റിയുള്ള ഹദീസ് ആണെങ്കിൽ ആ സമയത്തൊന്നും ഗ്രഹണം വരാത്തത് കൊണ്ട് അത് ഉദ്ധരിച്ചില്ലെന്ന് കരുതാം. ഇത് ദിവസം തന്നെ പല പ്രാവശ്യം ഭാര്യയെ സ്പർശിക്കുന്നുണ്ട്, അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട്. അതുകൊണ്ട് വുദു മുറിയുമെങ്കിൽ അവിടുത്തെ ഓരോ കുട്ടിക്കും അറിയേണ്ട ഹദീസാണത്. ഈ മൂന്ന് ഇമാമുകളും ഈ ഹദീസ് സ്വീകരിച്ചിട്ടില്ല. പോരാത്തതിന് ഇമാം തിർമിദിയും ഇമാം അബൂദാവൂദുമാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. ഇമാം തിർമിദി പറഞ്ഞു സനദ് മുത്തസിലല്ല. ഇമാം അബൂദാവൂദ് പറഞ്ഞു മുർസലാണ്. ഇമാം തിർമിദിക്ക് പറഞ്ഞ് മതിയായിട്ട് പറഞ്ഞു എല്ലാവരും ഇതിനെ ദഈഫാക്കിയിട്ടുണ്ട്. അലി ഇബ്നുൽ മദീനി, യഹ്യ ഇബ്നു മഈൻ, സമിഅതു മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ യുളഇഫു ഹാദൽ ഹദീസ്. ഇമാം ബുഖാരിയും ഈ ഹദീസ് ദഈഫാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ 5 ഇമാമുകൾ, ഹദീസിന്റെ ഇമാമുകൾ, സനദ് അറിയുന്നവർ ദഈഫാക്കിയ ഹദീസ്, ഹിജാസിൽ താമസിച്ച 3 മദ്ഹബിലും സ്വീകരിക്കാത്ത ഹദീസ് നമ്മൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് സൗകര്യക്കുറവുണ്ട്. ഈ ഇത്രയും പേര് ദഈഫാക്കിയത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ 2 സനദുകൾ ചേർത്തുകൊണ്ട് അതിനെ സഹീഹാണെന്ന് സമർത്ഥിക്കുന്നത്. 2 സനദുകളെ മുർസലായ 2 സനദുകളെ ചേർത്തുകൊണ്ട് സഹീഹാക്കാം എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ലോകത്താദ്യമായിട്ട് ഇമാം ഷാഫിഈയാണ്. ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ റിസാലത്തുൻ ഇലാ അഹ്ലി മക്കയിൽ രേഖപ്പെടുത്തി പണ്ഡിതന്മാർ മുർസലുകളെ സ്വീകരിച്ചിരുന്നു നിരാക്ഷേപം. കാരണം അവരുടെ കാലം അടുത്ത കാലമായതുകൊണ്ട്. ഇമാം ഷാഫി പറഞ്ഞു 4 ഉപാധികളിൽ ഒന്നില്ലാതെ അതിനെ സ്വീകരിക്കരുത്. അതിനുശേഷമാണ് മുഹദ്ദിസുകൾ ആ ഉപാധി സ്വീകരിച്ചത്. ഈ ഉപാധി കണ്ടുപിടിച്ച ഇമാം എന്ന് പറഞ്ഞാൽ അതിനെ പറഞ്ഞ് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ അത് പഠിപ്പിച്ച ഇമാം അത് സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ട്. കാരണം ഖുർആനിന്റെ ആയത്തിനെ ഇബ്നു ഉമർ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ മനസ്സിലാക്കിയ ആ അർത്ഥം ശരിയാണെന്ന് നമ്മൾ കരുതുന്നു. ആ ഖുർആനിന്റെ ആ അർത്ഥത്തിന് എതിരും കൂടിയാണ് ഈ ഹദീസ്. അതിന്റെ കൂട്ടത്തിൽ 5 പേർ അതിന്റെ സനദിനെ ദഈഫാക്കി. ഹിജാസിൽ ജീവിച്ച ഇമാമുമാർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഒഴിവാക്കി. യഥാർത്ഥത്തിൽ പ്രശ്നം ഈ ഹദീസ് വരുന്നതിന് മുമ്പ് തന്നെ ഔ ലാമസ്തുമുൻ നിസാ എന്നതിന്റെ 2 അർത്ഥങ്ങൾ സഹാബാക്കൾ വിവരിച്ചതിലാണ്.
ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ് നമ്മൾ സ്വീകരിച്ചത്. ഹനഫി മദ്ഹബിനെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു സംഗതി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അലി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഗതി. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം പറയുന്ന വിഷയം നേരത്തെ നിലവിലുള്ളതാണെങ്കിൽ, സഹാബാക്കൾ അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അലി ഇബ്നു മസ്ഊദ് ഇവരുടെ അഭിപ്രായത്തിൽ നിന്നും പുറത്തു പോവുക പ്രയാസമാണ്, അപൂർവത്തിൽ അപൂർവമാണ്. അലി ഇബ്നു മസ്ഊദ് സഹാബാക്കളിൽ നിന്ന് അഭിപ്രായം വന്നിട്ടുണ്ടെങ്കിൽ, ഇവരൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രണ്ട് മഹത്തുക്കളുടെ ഇജ്തിഹാദിൽ നിന്ന് ഹനഫി മദ്ഹബ് പുറത്തു പോവുക വളരെ അപൂർവമാണ്. ഇതും കൂടെ മനസ്സിലാക്കുക. കാരണം ഈ ഹനഫി മദ്ഹബിന്റെ ആധികാരികത മനസ്സിലാക്കുന്നതിൽ ഈ വാക്കർത്ഥം സ്വീകരിച്ച് പരിചയമുള്ള പരിഭാഷ വിദഗ്ധർക്ക് കുറച്ച് പ്രയാസമുണ്ട്. പിന്നെ ഒരു ആയത്ത് വുദൂന്റെ ആയത്ത് 4 വരിയേ ഉള്ളൂ. അതിൽ അഭിപ്രായ വ്യത്യാസം എണ്ണിയാൽ തീരൂല. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് വംസഹു ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. നമസ്കാരത്തിന് വേണ്ടി നന്നാൽ നിങ്ങൾ മുഖം കഴുകണം, കൈകൾ മുട്ടുൾപ്പെടെയും തല തടവുകയും കാല് നെരിയാണി വരെ കഴുകുകയും ചെയ്യണം. അപ്പൊ ഇതിൽ തുടങ്ങി. ആദ്യം ഇവിടെ നിയ്യത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ നിയ്യത്ത് ഫർദാണോ അല്ലേ? എന്താണ് ഇതിന്റെ അടിസ്ഥാനം? വുളൂഇനെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു അതനുസരിച്ചിരിക്കും. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന് നബി തങ്ങൾ പൊതുവായിട്ട് പറഞ്ഞു. അമലുകൾക്ക് നിയ്യത്ത് വേണം. വുളൂ ഒരു അമലാണോ എങ്കിൽ നിയ്യത്ത് വേണം. ഹനഫികൾ പറഞ്ഞു ശരീരം വൃത്തിയാകൽ നിർബന്ധമാണ്, വസ്ത്രം വൃത്തിയായിരിക്കൽ നിർബന്ധമാണ്, സ്ഥലം വൃത്തിയായിരിക്കൽ നിർബന്ധമാണ്. ശുചീകരണം നമസ്കാരത്തിന്റെ ഷർത്താണ്. ഈ ഷർത്തുകൾക്കൊന്നും നിയ്യത്ത് വേണ്ട. ഒരു നജസിന് നമ്മൾ മഴ പെയ്ത് പോയാലും മതി, നമ്മൾ നിയ്യത്ത് ചെയ്ത് ഒഴിക്കണം എന്നില്ല. വസ്ത്രം ഉണങ്ങി ശുദ്ധിയായാലും മതി ഹനഫി മദ്ഹബിൽ. ശരിയല്ലേ? ചില നജസുകൾ ഉണങ്ങിയാലും മതി, എന്തായാലും അത് ശുദ്ധിയായാലും മതി, അതിന് നിയ്യത്ത് വേണ്ട. ഇതുപോലെ തന്നെ ഒരു ശുദ്ധീകരണമാണ് വുദു, അതുകൊണ്ട് അതിന് നിയ്യത്ത് വേണ്ട. ഇമാം ഷാഫി പറഞ്ഞു നജസ് കഴുകുന്നതിന് പ്രത്യേകിച്ച് കൂലിയില്ല, പക്ഷെ വുദു ചെയ്താൽ പാപങ്ങൾ കൊഴിഞ്ഞു പോകും, 10 നന്മകൾ ലഭിക്കും, അതിന് ഓരോന്നിനും പ്രതിഫലം. അപ്പൊ അതൊരു അമലാണ്, അതുകൊണ്ട് അതിന് നിയ്യത്ത് വേണം. ആ ആയത്തിൽ നിയ്യത്ത് പരാമർശിക്കപ്പെട്ടില്ല, അതുകൊണ്ട് ഫർദല്ല. പോരാത്തതിന് ശുദ്ധീകരണമാണത്. നജസ്സുകളെ ശുചീകരിക്കുമ്പോൾ നിയ്യത്ത് വേണ്ടാത്തതുപോലെ എന്ന് ഇമാം അബൂ ഹനീഫ. അപ്പൊ ഈ ആയത്താണ് രണ്ടു കൂട്ടരുടെയും മുമ്പിലുള്ളത്. അതിനെ തഫ്സീർ ചെയ്യുന്നതിലാണ് ഈ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഇനി അവിടുന്ന് അങ്ങോട്ട് സാധാരണ ഒരാൾ പറഞ്ഞു നിങ്ങൾ സഹീഹായ ഹദീസിനെ ഒഴിവാക്കുന്നവരാണെന്നല്ലോ ഷാഫി മദ്ഹബുകാർ. പക്ഷെ ഒരൊറ്റ സഹീഹായ ഹദീസ് നമുക്ക് മാറ്റമായിട്ട് നിങ്ങൾക്ക് അറിയുന്നതൊന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞു തല കുറച്ച് തടവുള്ളൂ. നമ്മൾ തല കുറച്ച് തടവുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം ഫുള്ള് തടവണം, കാരണം അത് സുന്നത്താണ്. മുഴുവൻ തടവലാണ് സുന്നത്ത്, അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അതാണ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ കുറച്ച് തടവുന്നുണ്ടല്ലോ വിരലുകൊണ്ട്. വിരലുകൊണ്ട് തടവിയാൽ, ഒരൽപ്പം തടവിയാൽ വുദു ബാത്തിലാവുകയില്ല. ഇത് നമ്മൾ ഖുർആനിൽ നിന്ന് പഠിച്ചതാണ്. അപ്പൊ അത് എവിടെ വെച്ച് വംസഹു ബിറുഊസിക്കും, വംസഹു റുഊസക്കും തല തടവുക. ഒരു ബ അവിടെ അധികം വന്നിട്ടുണ്ട്. ഇനി ഫുഖഹാക്കളുടെ ജോലിയാണ്. ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണ്, മതീനാണ്. ഒരക്ഷരം ഒരു വാക്ക് വെറുതെ വരൂല. ചില പണ്ഡിതന്മാര് പറഞ്ഞു കയ്യിലുള്ള നനവ് വെച്ച് തടവിയാൽ പോരാ, വെള്ളത്തിൽ കൈ മുക്കണം എന്നർത്ഥം, പ്രത്യേകം വെള്ളമെടുത്ത് തടവണം എന്നർത്ഥം. ഇമാം ഷാഫി പറഞ്ഞു ഹുദൈൽ ഗോത്രത്തിൽ താമസിച്ച് ചെറുപ്പത്തിൽ അമിഞ്ഞ പാലിന്റെ കൂടെ തന്നെ അറബിന്റെ മർമ്മം പഠിച്ച ഇമാം ഷാഫി പറഞ്ഞു വംസഹു ബിറുഊസിക്കും എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗമുണ്ട്, മസഹ്തു ബിൽ ജിദാർ, ചുമരിന്റെ ഒരു ഭാഗം തടവിയാൽ മസഹ്തു ബിൽ ജിദാർ എന്ന് പറയാം. മസഹയോടൊപ്പം ബ ചേർത്താൽ അല്പം തടവുക എന്നൊരർത്ഥമുണ്ട്. ഒരല്പം തടവിയാൽ വുദു ശരിയാകും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ബുഖാരിയിലെ ഹദീസ് എടുത്തു, നബി തങ്ങൾ പൂർണ്ണമായിട്ട് തടവി. ആകെ ഒരു സന്ദർഭത്തിൽ മാത്രം 4/1 ബാക്കി ഭാഗം തലപ്പാവിന്റെ മുകളിലൂടെ തടവി. അതാണ് സുന്നത്ത്, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരാൾ ഇത് ചെയ്താൽ വുദു ശരിയാകും. നമ്മൾ ഖുർആനും മനസ്സിലാക്കി, ഒരു പരിഭാഷയിൽ നിന്നല്ല ബാഇന്റെ കെമിസ്ട്രി മനസ്സിലാക്കി, ബുഖാരിയും പഠിച്ചു, സംയോജിപ്പിച്ചു, ഫിഖ്ഹ് തയ്യാറാക്കി. നിങ്ങൾക്കെന്താ ഇതിൽ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇങ്ങനെയാണ് ഇപ്പൊ ആ ആയത്തിൽ തന്നെ അതിലേക്ക് കടക്കുന്നത്. അതിൽ തന്നെ 5 or 6 അഭിപ്രായ വ്യത്യാസങ്ങൾ. തർത്തീബ് വേണോ വേണ്ടേ? ഇമാം ഷാഫി പറഞ്ഞു സാഹിത്യ സമ്പൂർണമായ ഒരു ഗ്രന്ഥത്തിൽ കഴുകുന്ന അവയവങ്ങൾക്കിടയിൽ തടവുന്ന ഒരു അവയവത്തെ പറഞ്ഞാൽ ആ ക്രമത്തിൽ ഒരു പ്രത്യേകത ഉണ്ടെന്നർത്ഥം.
ഇമാം അബൂ ഹനീഫ പറഞ്ഞു തർത്തീബ് വേണം, പക്ഷെ നിർബന്ധമല്ല, പ്രത്യേകം പരാമർശിക്കാത്തത് കൊണ്ട്. ഫ എന്ന വാക്ക് ചേർത്താൽ തർത്തീബ് എന്ന അർത്ഥം നേരെ കിട്ടുമെന്നിരിക്കെ വെറുതെ ചേർക്കാൻ മാത്രം ഉപയോഗിക്കുന്ന, ക്രമത്തെ സൂചിപ്പിക്കാത്ത വാവ് വന്നതുകൊണ്ട് അത് വേണ്ട. അപ്പം വെറുതെ അല്ല, ഓരോ അക്ഷരങ്ങളിൽ മണിക്കൂറുകൾ ചിന്തിക്കുന്നു, അതിലുപരി ഒരു തലമുറയിൽ കണ്ടുപഠിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഇമാമുമാര് പറഞ്ഞതാണ്, ഒരാളിന് എന്തുദ്ധരിക്കുന്നു എന്നല്ല, ആയിരങ്ങളിൽ നിന്ന് പഠിച്ച് എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രമാണം. ഇമാം ഷാഫിഈ ഒരു തലമുറ നമസ്കരിക്കുന്നത് കാണുന്നുണ്ട്, വുളൂ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ താബിഈങ്ങളുടെ എന്നല്ല ചില സഹാബാക്കളുടെ അമല് കാണുന്നുണ്ട്. റുഇയത്തുണ്ട് അദ്ദേഹത്തിന്, റിവായത്തില്ലെങ്കിലും കണ്ടിട്ടുണ്ട്, നേരിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഇമാം അബൂ ഹനീഫ. അപ്പം ആയിരങ്ങളിൽ നിന്ന് ചെയ്ത് പഠിക്കുന്നു, കൂട്ടത്തിൽ അവർക്ക് പ്രമാണങ്ങളുടെ വരികൾ കിട്ടുന്നു. ഇത് വെച്ചുകൊണ്ട് അതിനെയും അത് വെച്ചുകൊണ്ട് ഇതിനെയും ഗ്രഹിക്കുന്നു. അവരുടെ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഉപ്പാനെ പറ്റി കണ്ടുപഠിക്കുകയാണ്. എൻ്റെ ഉപ്പ എന്താന്നുള്ളത്. വേറൊരാൾ എൻ്റെ ഉപ്പാനെ പറ്റി ഡോക്ടറേറ്റ് ചെയ്തു, PhD, ഒരു കിതാബ്, വേറൊരാൾ പോയിട്ട് അത് വായിച്ചു. അയാൾ നന്നായിട്ട് വായിച്ചു ആ പുസ്തകം 5 പ്രാവശ്യം. ഞാൻ ഒരു പുസ്തകം വായിച്ചിട്ട് ഞാൻ എൻ്റെ ഉപ്പാനെ കണ്ടിട്ടുണ്ട്. ആർക്കാണ് എൻ്റെ ഉപ്പാനെ പറ്റി അറിയുന്നത്? PhD ചെയ്താക്കോ, അത് വായിച്ച ആൾക്കാണോ, കണ്ട എനിക്കാണോ? സാധാ സീതാ കാര്യമല്ലേ. നബിതങ്ങളുടെ വീട് പൊളിക്കുമ്പോ താബിഈങ്ങൾ പറഞ്ഞു, പലരും ഇത് പൊളിക്കരുത്, നമ്മുടെ ദീനെ ഗ്രഹിക്കാൻ ഇതിന്റെ വീതിയും നീളമൊക്കെ വേണം. നിഴൽ ഇവിടം വരെ ആയപ്പോൾ ദുഹർ നിസ്കരിച്ചു എന്നൊക്കെ പറയുമ്പം കിതാബ് നോക്കിയാൽ ഒരു അക്ഷരവും തിരിവില്ല. ആ നിഴല് കണ്ടവർക്ക് അത് അറിയോ അത് എവിടം വരെ എത്തിയെന്നുള്ളത്. സഹാബാക്കൾ ഒരു തലമുറയുടെ അമല് കാണുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇവര് മനസ്സിലാക്കുന്നത് മെഷീനാണെന്നാണ്, ഗൂഗിൾ ആണെന്നാണ്. മനസ്സിലായില്ല, വാക്കടിച്ചാൽ അങ്ങനെ ഇല്ല എന്നങ്ങ് പറയും, ഒരക്ഷര തെറ്റിപ്പോൾ. സഹാബാക്കൾ നോക്കുന്നത് വിഷയത്തിന്റെ മർമ്മത്തെയാണ്. ഒരുപാട് പിഴവുകൾ അത് കാരണം വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ഹദീസിൽ ഒരു വ്യക്തിക്ക് ഓർമ്മക്കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവുള്ളവരെല്ലാം ഇവർക്ക് ഒറ്റ കാറ്റഗറിയാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്ന അരവരി ഹദീസും 5 പേജുള്ള ഹദീസും ഇവർക്ക് ഒരുപോലെയാണ്. എന്നാൽ ഇമാമുകൾക്ക് അങ്ങനെയല്ല. എല്ലാം തികഞ്ഞ എന്നാൽ ഓർമ്മ പിശകുള്ള ഒരാൾ, അയാൾ രാവിലെ ഇപ്പം പള്ളിയിൽ കയറി വന്നത് ഇറങ്ങിപ്പോന്നൊന്നും മറക്കുന്നില്ല. വലിയ സംഭവം പറയുമ്പോൾ വർഷം മറന്നുപോയേക്കാം. 5-10 പേരുടെ പേര് പറയുമ്പോൾ പേരുകൾ മാറിപ്പോയേക്കാം. അല്ലാതെ എന്റെ പിതൃവ്യന്റെ തോട്ടത്തിൽ, എന്റെ പിതാമഹന്റെ തോട്ടത്തിൽ നിബിധങ്ങൾ വരികയും അല്പനേരം ഇരിക്കുകയും വെള്ളം കുടിച്ചു പോവുകയും ചെയ്തു എന്നുള്ളത് ആരും മറക്കൂല. ഇപ്പൊ ഇമാമുകൾ ഓർമ്മക്കുറവുണ്ടെന്ന് പറയുമ്പോൾ ഗൂഗിളിൽ ഇവരടിക്കും അഹമ്മദ് ബിൻ സിനാൻ, അപ്പം ഓർമ്മക്കുറവുണ്ട്. ഇവർക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. ഇമാമുകൾക്ക് എന്തറിയാം, അദ്ദേഹം ആരെ കണ്ടു, എവിടെ പോയി. ഓർമ്മക്കുറവ് ഏത് വർഷം തുടങ്ങി, അതായത് എപ്പോഴാണ് പ്രായമായത്, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ പിഴവുകൾ എണ്ണപ്പെടാൻ തുടങ്ങിയത്, അതിനു മുമ്പ് പഠിച്ചവരാരാണ്, അവർ അദ്ദേഹത്തിൽ നിന്ന് എപ്പോഴാണ് ഹദീസ് സ്വീകരിച്ചത്, ആ ഹദീസിന്റെ വിഷയം എന്താണ്, അത് വേറെ എന്തിനോടൊക്കെ യോജിക്കുന്നുണ്ട്, ദീനിന് ആ വിഷയത്തിലുള്ള തീരുമാനം എന്താണ് എന്ന് മുഴുവനും നോക്കിയിട്ട് ഒരു ഡോക്ടർ, പരിചയസമ്പന്നനായ ഒരു ഡോക്ടർ പഠിച്ചു വെച്ച വിജ്ഞാനവും 5000 രോഗികളെ കണ്ടുള്ള പരിചയവും വെച്ചിട്ട് രോഗനിർണയം നടത്തുകയും മരുന്ന് കൊടുക്കുകയും ചെയ്യുന്നത് പോലെ. ഇന്നലെ പഠിച്ചു വന്ന ഡോക്ടറാണെങ്കിൽ കുറെ നേരം പരിശോധിക്കും, എല്ലാ അടയാളവും കുത്തി ചോദിക്കും. കാരണം അവൻ പഠിച്ച കിതാബിൽ പഠിച്ച 10 അടയാളമുണ്ട്, 10 അടയാളം ചോദിക്കും. പിന്നെ ഒരു 6 ഗുളിക പഠിച്ചിട്ടുണ്ട്, 6 എഴുതി കൊടുക്കും. കാരണം ഇന്നലെ അതാണ് പഠിച്ചത്, പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഈ 30 കൊല്ലം 40 കൊല്ലം പരിചയമുള്ള ഡോക്ടർ അത് പഠിച്ചു. പക്ഷെ അനുഭവത്തിന് അയാൾ മനസ്സിലാക്കി, ഏതാണ്ട് ഈ 2 അടയാളം ഉണ്ടായാൽ തന്നെ ബാക്കി 8 നോക്കേണ്ടതില്ല, അതങ്ങ് ഉണ്ടായിക്കോളും. ഈ മരുന്ന് 6 കഴിക്കണമെന്നില്ല, 2 കഴിച്ചാൽ തന്നെ ഒരു 4 ദിവസം കൊണ്ട് അത് മാറുന്നുണ്ട്. വെറുതെ എന്തിനാ 6 ഗുളിക കഴിക്കും? ഇത് ഇയാളുടെ പരിചയമാണ്, ഇയാളുടെ ഞരമ്പിലുള്ള അറിവ്. അത് കിതാബിൽ എഴുതാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ഇൽമ് ഉസൂലുൽ ഹദീസിലുണ്ട്, ഉസൂലുൽ ഫിഖ്ഹിലും ഒക്കെ ഉണ്ട്. അത് ഗൂഗിളിലില്ല. മനസ്സിലായില്ല? അത് ഗൂഗിൾ ഇല്ലാത്ത കാലത്തോളം ഈ മദ്ഹബ് വിരോധികളുടെ കയ്യിൽ അത് കിട്ടാനും പോകുന്നില്ല. ഇതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒരു തലമുറയെ കാണുന്നു, അവരുടെ കയ്യിൽ പ്രമാണങ്ങളുണ്ട്. ഈ 1000 ആൾക്കാർ ചെയ്യുന്നതനുസരിച്ച് എന്ത് പൊന്നുപോലത്തെ സനത് കൊണ്ടുവന്നു കൊടുത്താലും ശരി, അവരതിനെ മനോഹരമായിട്ട് വ്യാഖ്യാനിക്കും. കാരണം ഈ പറയുന്ന ആൾക്കാർക്കൊന്നും വുളൂ മുറിയുന്ന കാര്യം അറിയില്ലെന്നർത്ഥം. സ്വാഭാവികമായിട്ടും ചിന്തിക്കണമല്ലോ, അത് പഠിക്കണമല്ലോ. ഖുർആനിൽ പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ. ഇപ്പം ഈ ഗ്രൂപ്പുകൾ 7 ഉണ്ടായപ്പം മറ്റു ഗ്രൂപ്പുകളുടെ ശല്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടി അവർ പറഞ്ഞു, മദ്ഹബ് എന്ന് പറയാൻ കഴിയില്ല, കാരണം ആ പദം അവർ എതിർത്ത് കഴിഞ്ഞു. മൻഹജ് വേണം, അത് സലഫുകളുടേതായിരിക്കണം. നമ്മൾ ആ പണ്ടേ പറഞ്ഞത് വൈകി മനസ്സിലായി, ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടെ മനസ്സിലാകും.
പിന്നെ ഇതുപോലുള്ള വിഷയങ്ങൾ പലതും, ഇപ്പൊ വാക്കുകളിലുള്ള വ്യത്യാസം, സനദുകൾ വന്ന വഴി, മുമ്പിലുള്ള തലമുറയുടെ അമൽ, പിന്നെ പദങ്ങളിലൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ. ഇപ്പം ആരെങ്കിലും പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാൽ ഒരു റാവി പറഞ്ഞു ഫലാ സലാത ലഹു, ഒരു റാവി പറഞ്ഞു ഫലാ ഷൈഅ ലഹു, വേറൊരു റാവി പറഞ്ഞു ഫലാ ഷൈഅ അലൈഹി. അയാൾക്കൊന്നുമില്ല. വേറൊരു റാവി പറഞ്ഞു അയാളുടെ പേരിൽ ഒന്നുമില്ല. ഫലാ ഷൈഅ ലഹു എന്നതിനെ സ്വീകാര്യമായി കാണുന്നവർ പറയുന്നു പള്ളിയിൽ വെച്ച് മയ്യത്ത് നമസ്കരിക്കരുത്, മയ്യത്തിനെ പള്ളിയിൽ പുറത്തു വെക്കണം. ഫലാ ഷൈഅ അലൈഹി, അവന്റെ പേരിൽ ഒന്നുമില്ല എന്ന റിവായത്തിനെ സ്വീകാര്യമായിട്ട് കാണുന്നവർ പറയുന്നു പള്ളിക്കുള്ളിൽ വെച്ച് മയ്യത്ത് നമസ്കരിക്കാം. ഇതുപോലെ തന്നെ സക്കാത്തുൽ ജനീനി സക്കാത്തു ഉമ്മിഹി, നബി തങ്ങൾ പറഞ്ഞ ഒരു മൃഗത്തെ അറുക്കുമ്പോൾ അതിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അറവും അതിന്റെ അറവ് തന്നെ. എന്താ ഇതിന്റെ അർത്ഥം? ആ അറവ് ഇതിന് മതിയാകുമെന്നാണോ, അതോ അതിനെ അറുത്തതുപോലെ ഇതിനെ അറക്കണമെന്നാണോ? സക്കാത്തുൽ ജനീനി സക്കാത്തു ഉമ്മിഹി, സക്കാത്തുൽ ജനീനി സക്കാത്ത ഉമ്മിഹി. സക്കാത്ത ഉമ്മിഹി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അറവ് അതിനെ അറുത്തതുപോലെ തന്നെയാണ്. ഇതിന് ജീവനോടെ കിട്ടിയാൽ അറുക്കാം, ജീവനോടെ കിട്ടിയില്ലെങ്കിൽ കഴിക്കാൻ പറ്റൂല. എന്നാൽ അതിന്റെ അക്ഷരം മാറ്റി, അക്ഷരം പോലുമല്ല, അതിന്റെ അകാരവും ഉകാരവും മാറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ അറവ് അതിന് മതിയാകുമെന്നർത്ഥം. പദങ്ങളിൽ ഫലാഷി അലഹു ഫലാഷി പദത്തിൽ വ്യത്യാസം. ഇവിടെ പദങ്ങൾ ഒന്ന് ഉദ്ധരിച്ചു വന്ന അക്ഷരല്ല ഹർക്കത്ത്, അകാരങ്ങളും ഇകാരങ്ങളും രണ്ടായപ്പോ തന്നെ അതിൽ വ്യത്യാസമുണ്ടായി. ഇനി ഞാൻ പറഞ്ഞു പലതിലും ദീർഘിപ്പിച്ച് പറയാൻ സമയമില്ല. ഇങ്ങനെ പല കാര്യങ്ങളിലും ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി റഫ്ഉൽ മലാം അനിൽ അയിമത്തിൽ ആലാം എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഒരു ഇമാം മനഃപൂർവ്വം ഒരു ഹദീസ് ഒഴിവാക്കുകയില്ല. എന്നാലും ഇമാം ഷാഫി പറഞ്ഞു ഞാൻ നബി തങ്ങൾ ഒരു ഹദീസ് അറിയുകയും അത് ഒഴിവാക്കുകയും ചെയ്താൽ പിന്നെ കനീസ പള്ളിയിൽ പോയി ശംഖ് വിളിക്കലാണ് നല്ലത്. നബി തങ്ങൾ അനുസരിക്കാത്തവർക്ക് എങ്ങനെ മുസ്ലിം ആകാൻ പറ്റും? അദ്ദേഹം എങ്ങനെ ഇമാമാകും? എന്നാൽ 3 കാരണങ്ങളുടെ പേരിൽ അവരൊരു ഹദീസ് ഒഴിവാക്കും. ഒന്ന്, നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നവർ കരുതുന്നില്ല. സഹാബാക്കൾക്കിടയിൽ എത്ര ഉദാഹരണങ്ങളുണ്ട് അതിന്. രണ്ടാമത്, നബി തങ്ങൾ ആ അർത്ഥം ഉദ്ദേശിച്ചു എന്നവർ കരുതുന്നില്ല. മൂന്നാമത്, അങ്ങനെ ആ വിധി നിലനിൽക്കുന്നു എന്നവർ കരുതുന്നില്ല. നബി തങ്ങൾ അതിന് ശേഷം മറ്റൊന്ന് പഠിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റു പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ, പൊതുവായ നിയമങ്ങളുടെ വെളിച്ചത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടണം എന്ന് ബനൂ ഖുറൈദയിൽ പോയ സമയത്ത് നിസ്കരിച്ച സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ അവർ മനസ്സിലാക്കുന്നു. 3 ഇന്നത്തെ അതിനെ വിശദീകരിക്കുന്നുണ്ട്. 3 അടിസ്ഥാന കാരണങ്ങൾ. ഒന്ന്, لا يعتقد أن النبي صلى الله عليه وسلم قاله لا يعتقد أن هذا المعنى أراده النبي صلى الله عليه وسلم أو يعتقد أن هذا العمل منسوخ. ഒന്നുകിൽ നബി തങ്ങൾ അത് പറഞ്ഞു എന്ന് അദ്ദേഹം കരുതുന്നത് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന് ന്യായങ്ങൾ 100 ഉണ്ടാകും. അടുത്തത്, നബി തങ്ങൾ ഈ അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല. മൂന്നാമത്, ആ വിധി മറ്റു കാരണങ്ങളാൽ നിലനിൽക്കുന്നില്ല എന്നവർ കരുതുന്നു. അല്ലാതെ ഇവർക്ക് ആകെ അറിയുന്ന ഒരു കാരണം ഇമാം ഷാഫിക്ക് ആ ഹദീസ് കിട്ടിയില്ല. ഒരാൾ പ്രസംഗിച്ചു, സഹോദരന്മാരെ, റബ്ബറിലും കൃഷിയിലും ഒക്കെ സക്കാത്ത് ഉണ്ട്. സക്കാത്ത് ഇല്ലെന്നാണ് ഷാഫിയുടെ വീക്ഷണം, ഉണ്ടെന്നാണ് അബൂ ഹനീഫയുടെ വീക്ഷണം. എന്നാൽ എന്റെ വീക്ഷണം, ഞാൻ കുഫോത്ത് ആൾക്കാരെ കൂടെ പറയും പേര്. ഓ അബ്ദുറഹ്മാൻ, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുൽ എന്നൊക്കെ പറയുമ്പോൾ എന്റെ പേര് പറഞ്ഞോ. ഇമാം ഷാഫി, അബൂ ഹനീഫ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗ്രേഡ് ഒത്ത ആളെ പേര് വേണം മൂന്നാമത് പറയാന്. അതായത് ഇമാം ഷാഫി റബ്ബറും തേങ്ങയൊന്നും കണ്ടിട്ടില്ല, അറേബ്യയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു അവിടെ ഉള്ള കുറെ സാധനത്തിന് സക്കാത്ത് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മാങ്ങ, പിന്നെന്താ അവിടെ ഇല്ലാത്തത്? ഈ ഉറുമാമ്പഴക്കും മുന്തിരിക്കും അല്ലാത്ത ഒന്നിനും ഇല്ല സക്കാത്ത് ഷാഫി മദ്ഹബിൽ. ഇപ്പൊ തേങ്ങയും റബ്ബറും കാണാത്തതുകൊണ്ടല്ല, കണ്ട 100 ഉണ്ട് സക്കാത്ത് പറയാത്തത്. അപ്പം ആകെ ലോകത്തുള്ള 100 കാരണങ്ങളിൽ ഇവർക്കാകെ അറിയുന്ന ഒരു കാരണം, എപ്പോഴാണ് ഗൂഗിൾ വന്നത്, ഇപ്പോഴാണ് മക്തബത്ത് ഷാമിൽ വന്നത്, ബുഖാരിയുടെ സോഫ്റ്റ്വെയർ ഇന്നലെയാണ് ഇറങ്ങിയത്, അതവർക്ക് കിട്ടിയിട്ടില്ലെന്നാണ്. ഇബ്നു തൈമിയ ഈ വാദത്തിന്റെ വേരിൽ കത്തിവെക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട്. ഷെയ്ഖുൽ ഇസ്ലാം, സലഫികളുടെ ഇമാം മഹാനായ ഇബ്നു തൈമിയ റഫ്ഉൽ മലാം അനിൽ അയിമത്തിൽ അഅല, മഹാന്മാരായ ഇമാമുകളുടെ പേരിലുള്ള ആക്ഷേപത്തെ പിഴുതെറിയുന്ന ഗ്രന്ഥം, അതിൽ അദ്ദേഹം പറഞ്ഞു, ചില ആളുകൾ കരുതുന്നു ഖദ് യകൂനു ഇൻദ റജുലി ദവാബീനുൽ കസീറ വഹുവ ലാ യഅരിഫു ബിമാ ഫീഹാ.
വലില്ലദീന കാനൂ ഖബല ജംഇ ഹാദിഹി ദവാവീൻ അഅ്ലമ ബിസ്സുന്ന. ചില ആളുകളുടെ കയ്യിൽ ഏടുകൾ ഒരുപാടുണ്ടാകും, പക്ഷെ അതിലെന്താണ് എന്നവർക്കറിയില്ല. ഈ ഏടുകൾ ക്രോഡീകരിക്കുന്നതിന് മുമ്പുള്ളവർ കാനൂ ഖബല ജംഇ ഹാദിഹി ദവാവീൻ അഅ്ലമ ബിസ്സുന്ന. ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കുന്നതിന് മുമ്പുള്ളവർ ഇതിന്റെ അർത്ഥങ്ങൾ നന്നായി ഗ്രഹിച്ചവരായിരുന്നു. ഇമാം തിർമിദി ഒരു വിഷയത്തിൽ ജനാസയുടെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഫുഖഹാക്കൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വഹും അഅ്ലമു ബിമആനിൽ ഹദീസ്, ഹദീസുകളുടെ അർത്ഥം അവർക്കാണ് അറിയുന്നത്. ഒരുപാട് സംഭവങ്ങൾ. ഇമാം ബുഖാരിയുടെ ഉസ്താദായ അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി ഇമാം ഷാഫിക്ക് കത്തെഴുതി, ചില ഹദീസുകൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമാകുന്നു, ചില നിയമങ്ങൾ ഇന്ന് നിലനിൽക്കുന്നതായിട്ട് കാണുന്നില്ല, എനിക്കൊരു പരിഹാരം പറഞ്ഞു തരണം. അദ്ദേഹം തിരിച്ചൊരു കത്തെഴുതി, അർ റിസാല. ഇന്നത് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കപ്പെടുന്നു. വലിയ വലിയ മുഹദ്ദിസീങ്ങൾ അതിന് അടിക്കുറിപ്പ് എഴുതുന്നു. അതിന് അടിക്കുറിപ്പ് എഴുതിയ മദ്ഹബ് പിൻപറ്റണമെന്ന അഭിപ്രായമില്ലാത്ത അഹമ്മദ് ഷാക്കിർ എഴുതി, കഫാബിൽ ഇമാം ഷാഫിഈ ഫദ്ലൻ അന്നഹു ഹുവ ഷാഫിഈ വകഫാബിൽ റിസാലത്തി ഫദ്ലൻ അന്നഹു ഹുവ കിതാബ് ഷാഫിഈ. ഇമാം ഷാഫിയുടെ മഹത്വം അദ്ദേഹമാണ് ഷാഫി എന്നതാണ്. ഈ കിതാബിന്റെ മഹത്വം ഇമാം ഷാഫിയുടെ കിതാബാണ് എന്നതാണ്. അതിനെ വ്യാഖ്യാനിച്ച് തീരുന്നില്ല. ഒരു വ്യക്തിക്ക് അയച്ച കത്താണത്. അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഇമാം ബുഖാരിയുടെ ഉസ്താദ് മിൻ അസാതീനി ഉലമാഇൽ ഹദീസ്, ഹദീസിലെ പണ്ഡിതന്മാരിലെ ഒരു തൂണാണ് അദ്ദേഹം, നെടുംതൂൺ. അദ്ദേഹം പറയുന്നു, അതിനുശേഷം എല്ലാ നമസ്കാരത്തിലും ഞാൻ ഇമാം ഷാഫിക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അദ്ദേഹമാണ് എനിക്കിത് എങ്ങനെയാണ് ഇതിൽ നിന്ന് നിയമം മനസ്സിലാക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നത്. അഹ്മദ് ബിൻ ഹംബൽ പറയുമായിരുന്നു മുഹദ്ദിസീങ്ങളോട്, നിങ്ങൾ ഒരു ഹദീസിന് 13ഉം 15ഉം സനദും ആള് കുറഞ്ഞ സനദും ഒക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഈ ഇമാമിന്റെ മജ്ലിസിൽ പോയിരിക്കൂ. അതിന് സനദ് വേറെയും കിട്ടും, പക്ഷെ അതിൽ എന്ത് ആശയങ്ങളാണുള്ളത് എന്ന് ഈ ഇമാമിൽ നിന്ന് കിട്ടും. ഇതാണ് മദ്ഹബിന്റെ 4 ഇമാമുമാരുടെയും സ്ഥിതി. ഇതാണ് ഇമാം തിർമിദി എഴുതിയ വഹും അഅലമു ബിമആനിൽ ഹദീസ്. ഇബ്നു തൈമിയ സലഫികളുടെ ഇമാം പറയുന്നു, അല്ലദീന കാനു ഖബല ജംഇ ഹാദിഹി ദവാവീൻ അഅലമ ബിസ്സുന്ന. ഇവർ സുന്നത്തിനെ നന്നായി അറിയുന്നവരാണ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചതിന് ശേഷമുള്ളവരെക്കാൾ. ബികസീർ 10 മടങ്ങ്. ലിഅന്ന കസീറൻ മിമ്മാ ബലഗഹും وصح عندهم قد لا يبلغنا إلا عن مجهول أو بإسناد منقطع أو لا يبلغنا بالكلية. കാരണം ഒരു ഇമാമിന് കിട്ടിയ ഒരു ഹദീസ് 150 വഫാത്തായ ഇമാം അബൂ ഹനീഫ 126 കൊല്ലത്തിന് ശേഷം വഫാത്താകുന്ന ഇമാമുമാരുടെ കിതാബുകളെ പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അദ്ദേഹം അവർക്ക് കിട്ടിയ ഹദീസ്, അദ്ദേഹം സഹാബിയെ കണ്ടു, പലതിലത്തേതിന് 2 ആളേ ഉള്ളൂ. 6 ആളുകൾ ഇടയിലുള്ള ഈ ഇമാമുമാർ, ഇവർക്ക് കിട്ടുമ്പോഴേക്ക് അതിലൊരു മജ്ഹൂലായ വ്യക്തി വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ സനദിൽ കണ്ണി മുറിഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ ആ ഹദീസ് കിട്ടിയിട്ടേ ഉണ്ടാവുകയില്ല. നമ്മളല്ല, ചില സൂഫിയാക്കൾ പറയും, നമ്മൾ ചെയ്യുന്ന ഹദീസൊക്കെ നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്ന് പറയും. കത്തിപ്പോയ ലൈബ്രറിയിൽ നമ്മളുടെ എല്ലാ തെളിവും ഉണ്ട്, അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. അത് അങ്ങനെയല്ല. സലഫികളുടെ ഇമാമാണ് ഈ പറയുന്നത്. മദ്ഹബിന്റെ ഇമാമുമാർ അവർക്ക് കിട്ടിയ പലതും ലിഅന്ന കസീറൻ മിമ്മാ ബലഗഹും, അവർക്ക് കിട്ടിയതിൽ പലതും വസഹ ഇൻദഹും, അവരുടെ അഭിപ്രായത്തിൽ സഹീഹായ പലതും ലാ യബ്ലുഗുന ഇല്ലാ അൻ മജ്ഹൂൽ, ചിലപ്പോൾ ഒരു മജ്ഹൂലായ ആക്ഷേപമുള്ള ഒരു റാവിയിലൂടെ നമുക്ക് കിട്ടിയേക്കാം. ഔ ബി ഇസ്നാദിൻ മുൻഖതി, അല്ലെങ്കിൽ ആ നിവേദന പരമ്പരയിൽ ഒരു കണ്ണി മുറിഞ്ഞു പോയേക്കാം. ഔ ലാ യബ്ലുഗുന ബിൽ കുല്ലിയ, ചിലപ്പോൾ തീരെ കിട്ടിയില്ലെന്ന് വന്നേക്കാം. ഇത് ഏറ്റവും ആദ്യം വഫാത്തായ, പ്രത്യേകിച്ച് മക്ക മദീന പ്രദേശത്ത് നിന്നും മാറി ജീവിച്ച ഇമാം അബൂ ഹനീഫയുടെ കാര്യത്തിൽ വളരെ ആപ്റ്റാണ്. ബാക്കിയുള്ളവരൊക്കെ കാലഘട്ടം കുറച്ച് അടുത്താണെന്നെങ്കിലും പറയാം. ഇത് ഒരു 1.25 നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം വഫാത്തായി കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ഈ വരി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫകാനത് ദവാവീനഹും സുദൂറഹും, അവരുടെ ഏടുകൾ, അവരുടെ സോഫ്റ്റ്വെയർ, അവരുടെ സെർച്ച് എഞ്ചിൻ അവരുടെ ഹൃദയങ്ങളായിരുന്നു, നെഞ്ചകങ്ങളായിരുന്നു. ഫകാനത് ദവാവീനഹും സുദൂറഹും, അവരുടെ ഏടുകൾ അവരുടെ നെഞ്ചുകളായിരുന്നു. അല്ലതി തഹ്വി അദ്ആഫ മാ ഫി ദവാവീൻ, ഈ ഏടുകളില്ലതിനേക്കാൾ എത്രയോ ഇരട്ടി സംരക്ഷിക്കാനുള്ള കെൽപ്പുണ്ടായിരുന്ന അവരുടെ നെഞ്ചകങ്ങൾ. വഹാദ അംറുൻ,
ലാ യശുക്കു ഫീഹി മൻ അലിമൽ ഖദിയ്യ. ഈ വിഷയത്തിൽ അല്പമെങ്കിലും അറിവുള്ളവർ ഈ കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവുകയില്ല. അവരുടെ മജ്‌ലിസുകളെ പറ്റി വായിക്കുന്നവർ, അവരുടെ ശിഷ്യന്മാരെ പറ്റി അറിയുന്നവർ, അവരുടെ ജീവിതത്തിലെ സംഭവങ്ങൾ അറിയുന്നവർക്ക് യാതൊരു സംശയവും ഇല്ല. ശേഷം 256 വഫാത്തായ ഇമാമമാർ, ഇമാം ബുഖാരിയെ പോലുള്ളവർ, അവരുടെ തന്നെ ഓർമ്മശക്തി, സമർക്കന്ദിൽ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ, അദ്ദേഹം മുഹദ്ദിസാണോ ഹാഫിളാണോ എന്ന് പരിശോധിക്കാൻ 100 പേര് നിന്നു. ഓരോ വ്യക്തിയും ഹദീസിന്റെ സനദ് മത്ന് തെറ്റിച്ചിട്ടും സനദിലെ ആളുകളുടെ ക്രമം തെറ്റിച്ചിട്ടും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസ് എനിക്കറിയില്ല, ഈ ഹദീസ് എനിക്കറിയില്ല. പൂർത്തിയായതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, ആദ്യം പറഞ്ഞ വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, അതിൽ ഇതാണ് ശരി. രണ്ടാമത്തെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്, 100 ഹദീസ് കേട്ടിട്ട് തിരിച്ചു പറയുക അദ്ദേഹത്തെ സംബന്ധിച്ചൊന്നുമല്ല. പക്ഷേ തെറ്റിച്ച് പറഞ്ഞത് രണ്ടാമത് ഉദ്ധരിക്കണം. ഒറ്റ പ്രാവശ്യം കേട്ടിട്ടുള്ളൂ, അതൊരൊറ്റ പ്രാവശ്യം കേട്ടിട്ടുള്ളൂ. 100 ഒരുമിച്ചാണ് കേട്ടത്. 100 ആ തെറ്റിപ്പറഞ്ഞത് പറഞ്ഞു കൊടുത്തിട്ടാണ് പറയുന്നത് ഇതെല്ലാം ശരിയെന്ന്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, അവരുടെ നെഞ്ചകങ്ങൾ ഈ ഏടുകളിൽ ഉള്ളതിനേക്കാൾ സൂക്ഷിക്കുന്നവയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇനിയും ഒരുപാടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുടെ ലിസ്റ്റ്. ഞാൻ സഹാബാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു, ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സഹീഹായ സനദോടുകൂടെ മിനിമം 200 എങ്കിലും ഹാജരാക്കാൻ സാധിക്കും സഹാബാക്കളുടെ താബിഈങ്ങളുടെ. അപ്പൊ അതിൽ വുളു മുതൽ ചെവി തടവുന്നത്, തല തടവുന്നത്, എന്തൊരു കുൽമാലായിരുന്നു. തല നമ്മൾ 3 പ്രാവശ്യം തടവുന്നതിന് നമുക്ക് ജലദോഷം പിടിക്കും. പിന്നെ അത് സുബഹി നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെയാണ്. ബുഖാരിയിൽ 1 ഉള്ളൂ. അൽബാനി വന്നിട്ട് പറഞ്ഞു 3ന്റെ ഹദീസ് സഹീഹാണ്, ഒറ്റെണ്ണം മിണ്ടുന്നില്ല. സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി എന്ന് പറയുന്നത് ബിദ്അത്താണെന്ന് പറഞ്ഞു. ഇപ്പൊ കാണാൻ പറഞ്ഞ ആ ഹദീസ് സഹീഹാണ്. ഇങ്ങനെ ദിവസം കഴിയുന്തോറും മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കാണ്. തീരാത്ത റിസർച്ചും പറഞ്ഞു തീരാത്ത ആദർശം. എപ്പോഴും ആദർശം പറയില്ല, കർമ്മ ഇല്ല, കർമ്മചാർ ഒന്നുമില്ല, ഈമാനില്ല, അമലിൽ നൗദുബില്ല. ഞാൻ കുറ്റപ്പെടുത്തല്ല, വരണ്ട ഭൂമിയാക്കി മാറ്റിയാണ് ജനങ്ങളെ. നമ്മളെപ്പോലും നമ്മളുടെ സമയം പോലും ഈ കാര്യത്തിന് വേണ്ടി അനാവശ്യമായിട്ട് ചിലപ്പം ഉപയോഗിക്കേണ്ടി വരികയാണ്, ഇവരുടെ ശല്യം ജനങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ സഹാബാക്കളുടെ നെഹ്ജിൽ നിന്ന് മാറി, ഒറിജിനൽ സലഫികളുടെ നെഹ്ജിൽ നിന്ന് മാറി അനാവശ്യമായ തർക്കങ്ങൾ. ഇൻഷാല്ലാ അവിടെ ഒരു മുസ്ലിം വേൾഡ് ലീഗിന്റെ ഒരു പ്രമേയം മലയാളത്തിൽ ഇൻഷാല്ലാ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് എല്ലാവർക്കും തരും ഇൻഷാല്ലാ. ഇതില് ഇവര് പറയുന്ന ഒരു കാരണം അവർക്ക് ഹദീസ് കിട്ടിയിട്ടില്ലെന്നാണ്. എന്നാൽ അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഇമാം ഷാഫിക്ക് ലോകത്തെ എല്ലാ ഹദീസും അറിയാമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു മദ്ഹബ് ഒരു ഇമാമിൻ്റെതല്ല, ഒരു സരണിയുടേതാണ്. നിദാനശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെതാണ്. ബാക്കി കാര്യങ്ങൾ, ഗവേഷണങ്ങൾ ഇമാം ഷാഫിഈ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, അതിനെ സമ്പുഷ്ടമാക്കിയവർ, അതിനെ ക്രോഡീകരിച്ചവർ, അവരുടെ മുഴുവൻ ഒരു വലിയ ഒരു ചിന്താധാരയുടെ ഗവേഷണ ഫലമാണത്. അവർക്ക് നിങ്ങൾ ഈ കയ്യിലുള്ള ഹദീസുകൾ ഇത്രയും പ്രചാരത്തിൽ നിങ്ങളുടെ കയ്യിൽ പോലും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടിയത് തന്നെ അവരുടെ സനദുകളിലൂടെയും അത് സഹീഹാണോ ദഈഫാണോ നോക്കി തന്നത് പോലും അവരാണ്. അതുകൊണ്ട് ആ പറയുന്നതിന് വലിയ കഴമ്പില്ല. പിന്നെ ഇൻഷാല്ലാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യോത്തര സെഷൻ അതിൽ ഇൻഷാല്ലാ വിവരിക്കാം മറ്റു കാര്യങ്ങളൊക്കെ. ഇനി എന്ത് നിലപാട് സ്വീകരിക്കണം? സഹാബാക്കൾ സ്വീകരിച്ച നിലപാട്, താബിഈങ്ങൾ സ്വീകരിച്ച നിലപാട്, തബഉ താബിഈങ്ങൾ സ്വീകരിച്ച നിലപാട്, 4 മദ്ഹബിന്റെയും ഇമാമുകൾ സ്വീകരിച്ച നിലപാട്, സുന്നി ലോകത്തെ ഒറിജിനൽ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന നിലപാട്, സലഫി ലോകത്തെ നല്ല പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന നിലപാട്, അത് തന്നെയാണ് മുസ്ലിം ലോകത്തിന്റെ നിലപാട്. അതിൽ കടന്നുകൂടിയ 2 ഭാഗത്തുമുള്ള അറിവില്ലാത്തവരാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്കിതിൽ ഒരു 4 നിലപാടുകളെ പറ്റി പറയാനുണ്ട്. ഒന്നാമത്, ഇമാം ഈ സഹാബാക്കളുടെ ഒക്കെ സംഭവം നമുക്കറിയാം. ഇവരൊക്കെ ഒന്നിച്ചാണ് റോമിനെ മോചിപ്പിക്കുന്നത്. ഇവരൊക്കെ ഒന്നിച്ചാണ് കിസ്റക്കെതിരെ പോരാടുന്നത്. ഈ കിസ്റക്കെതിരെ പോരാടാൻ പോകുമ്പം നിൽക്കുന്ന ഇമാം ഒരുപക്ഷെ കുനൂത്ത് ഓതാതിരിക്കാം. വിത്ർ 3 ഒന്നാക്കി നിസ്കരിച്ചേക്കാം, 2 ഒന്നുമായിട്ട് നമസ്കരിച്ചേക്കാം. അതൊന്നും അവരുടെ ദീനീ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല. അള്ളാഹു കാക്കട്ടെ. ഇന്ന് ഈ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ അതുപോലെ മറ്റ് ഫാത്തിഹീങ്ങളുടെ കാലത്തില്ലാത്തത് നന്നായി. ഉണ്ടെങ്കിൽ പറയൂ, സലാഹുദ്ദീൻ അയ്യൂബി കുനൂത്ത് ഓതുന്നു, മസ്ജിദുൽ അഖ്സയിലേക്ക് നമ്മൾ വരില്ലെന്ന് പറയും. അല്ലെങ്കിൽ കുനൂത്ത് ഓതുന്നില്ല, അതുകൊണ്ട് നമ്മൾ വരില്ലെന്ന് പറയാം. ഇവർ അശ്ശരിയാണ്, നമ്മൾ ഹംബലിയാണെന്ന് പറയാം. ഇങ്ങനത്തെ കാര്യങ്ങളിൽ, അതായത് മുസ്ലിമീങ്ങൾ ഒന്നിച്ച് നേരിടേണ്ട പ്രശ്നങ്ങൾ ഒന്നിച്ചിട്ടാണ് നേരിട്ടത്. ഇത് വെറും അഭിപ്രായങ്ങളിൽ മാത്രമുള്ള വ്യത്യാസമായിരുന്നു.
സഹാബാക്കൾക്കിടയിൽ. ഇമാം മാലിക്കിന്റെ വളരെ സുന്ദരമായ ഒരു സംഭവം, ഒരുപാട് പാഠങ്ങളുണ്ട് അതിൽ, സലഫുകൾ എന്തായിരുന്നു എന്നതിൽ. മഹാനായ ഖലീഫ, അബ്ബാസി ഖലീഫ മൻസൂർ ഇമാം മാലിക്കിനോട് പറഞ്ഞു, നിങ്ങളുടെ മുവത്തഇനെ പൊതു മദ്ഹബായിട്ട് പ്രഖ്യാപിക്കാൻ പോവാണ്. നമ്മളോടാ പറഞ്ഞെങ്കിൽ അന്ന് രാത്രി ഉറങ്ങൂല, മനസ്സിലായില്ല. ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഒഫീഷ്യൽ മദ്ഹബാകാൻ പോവാണ്, രാജ്യത്തിന്റെ മദ്ഹബ്. ഇനി ഞാനാണ് ഇവിടുത്തെ എല്ലാം. ഖാദിമാരൊക്കെ എന്റെ അടുത്താ വരാ. എന്താ സംഗതി? അന്നത്തെ ഖുർആൻ കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രാമാണിക ഗ്രന്ഥാണത്. 40 കൊല്ലം ഇമാമു ദാരുൽ ഹിജ്റ അദ്ദേഹത്തിന്റെ ജീവിതം അതിൽ ചെലവഴിച്ചു. അന്നത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന്റെ വീടാണ്. ഗവർണർമാരുടെ ശുപാർശ കത്തൊക്കെ കൊണ്ടുവന്നിട്ടാണ് അപേക്ഷ വാങ്ങിച്ച് അവിടെ അഡ്മിഷൻ വാങ്ങിയിരുന്നത്. ആ അപേക്ഷയൊക്കെ അവിടെ മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫിറാസത്തുൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാ, ആ ഫിറാസത്ത് കൊണ്ട് മുതഅല്ലിമിന്റെ മുഖത്തേക്കൊക്കെ നോക്കിയിട്ടാണ് അദ്ദേഹം പലപ്പോഴും സ്വീകരിച്ചിരുന്നത്. ഇമാം ഷാഫിഈ അവിടെ നിന്നാണ് ഹദീസുകൾ പഠിച്ചത്. അന്നത്തെ എല്ലാവരും ഏറ്റവും വലിയ പഠനം പൂർത്തിയാക്കുന്ന സ്ഥലമായിട്ട്, അല്ലെങ്കിൽ പഠനം നന്നാകുന്ന സ്ഥലമായി കണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദ്, വൈസ് ചാൻസലർ 40 കൊല്ലം കൊണ്ട് എഴുതിയ കിതാബ് അന്നത്തെ കാലത്ത് ഖുർആന് ശേഷമുള്ള ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം. ഇമാം ബുഖാരി ദുനിയാവ് കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്, മനസ്സിലാക്കുക. കാരണം അന്ന് അതാണ് ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം. തീർത്തും അർഹമായ ഓഫർ. അദ്ദേഹം പറഞ്ഞു, അത് വേണ്ട, ജനങ്ങളെ വിട്ടേക്കൂ അവരുടെ ദീനിനെയും. വലഹും റിജാലുഹും, നീണ്ട പല വരികളിൽ വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ ഇമാമുകളുണ്ട്, അവർ കേട്ട ഹദീസുകളുണ്ട്, അവർ മനസ്സിലാക്കിയ രീതിയുണ്ട്, അവർ ചെയ്തു വരുന്ന അമലുണ്ട്. അതിൽ പോയി വസ്വാസ് ഉണ്ടാക്കരുത്. ഇതാണ് സലഫു സാലിഹീങ്ങൾ. ഇതിന്റെ പേരിൽ വന്നവരാണ് പറയുന്നത് പള്ളിന്റെ പുറത്ത് ലഘുല കെട്ടിട്ട് പോകുന്നത്, കുനൂത്ത് ബിദഅത്ത് എന്ന് പറഞ്ഞിട്ട്, കൈ പൊന്തിക്കാതിരിക്കുന്നത് ബിദഅത്ത്. എന്നിട്ട് പറയുന്നത് എന്താ? ഇമാം മാലിക് പറഞ്ഞു, ലൻ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹാ അവ്വലുഹാ. ആ സലാഹ് ഇതിലാണ്, എതിർ ഇജ്തിഹാദിനെ മാനിക്കുന്നതിലാണ്. ഖലീഫന്റെ ഓഫറാ വന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ രാജാവ് എന്ത് ചെയ്താലും അനുസരിക്കൽ നിർബന്ധമാണ്. ഇപ്പോഴത്തെ പുതിയ അവരുടെ പ്രകാരം രാജാവിനെതിരെ വിമത നീക്കം നടത്തരുത് എന്ന് പറഞ്ഞ ഹദീസ് വെച്ചിട്ട് മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ മുസ്ലിമായിട്ടും മുസ്ലിമിനെ കാഫിറായിട്ടും രാജാവ് കാണിച്ചാൽ അതനുസരിച്ച് ഫത്വ കൊടുക്കണം എന്നൊക്കെ ചിലർ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ന് പറയൽ നിർബന്ധമായിരുന്നു അന്ന്. എന്നിട്ടാണ് അദ്ദേഹം 40 വർഷം ചെലവഴിച്ച അന്നത്തെ ഖുർആന് ശേഷമുള്ള ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം എല്ലാവരും വന്ന്, ചിലപ്പോൾ ഒരു പരാതി പോലും ജനങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, പിന്നെ പിൽക്കാലത്ത് ഉണ്ടായേക്കാം, അത് അവരുടെ ബസീറത്ത്. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ജനങ്ങളെ വിട്ടേക്കൂ, അവര് കേട്ട, ഞാൻ ചർച്ച ചെയ്യട്ടെ എന്ന് പോലും പറഞ്ഞില്ലല്ലോ. അവർക്ക് അവരുടെ ഇമാമുകളുണ്ട്, അവർ കേട്ട ഹദീസുകളുണ്ട്, അവരെ മനസ്സിലാക്കിയ രീതിയുണ്ട്, അവരുടെ ദീനിൽ വസ്വാസ് ഉണ്ടാക്കരുത്. ഇതാണ് മുഴുവൻ സലഫ് സാലിഹ്യങ്ങളുടെയും നിലപാട്. ഇതാണ് 4 മദ്ഹബുകളുടെയും നിലപാട്. എത്രയോ കുനൂത്തില്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിലേക്ക് വരുന്നു, കുനൂത്തുള്ളവർ വരുന്നു. ഈ മദ്രസയിൽ തന്നെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ റൂമിലോ കുനൂത്ത് ഓതാത്ത ഒരാളെ കൊണ്ട് കുനൂത്ത് ഓദിപ്പിക്കാനോ അല്ലെങ്കിൽ ഓതുന്ന ഒരാളെ കൊണ്ട് ഓദിപ്പിക്കാതിരിക്കാനോ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിന്റെ കാര്യമില്ല. ഇതാണ് ഒറിജിനൽ സലഫികളുടെ നിലപാട്. അത് ഇൻഷാ അല്ലാഹ് വായിക്കണം, കാരണം അവർക്കത് അറിയാത്തത് കൊണ്ട്. യഥാർത്ഥ സുന്നികൾ അസ്ഹറിലുള്ള, യമനിലുള്ള, സിറിയയിലുള്ള നേതാക്കളുടെയും നിലപാട് ഇത് തന്നെയാണ്. ഒന്നിനെ സ്വീകരിക്കുക, അടുത്തതിനെ മാനിക്കുക. ഇതില് 3-4 തരത്തിലുള്ള നിലപാടിലുള്ള വ്യതിയാനങ്ങളുണ്ട്. അതിലൊന്ന്, ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണുമ്പോൾ ഇത്രയും ന്യായമായ കാരണങ്ങൾ കൊണ്ടുണ്ടായതാണ്, എല്ലാവർക്കും ന്യായമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നെടുത്താൽ പോരെന്ന് ചോദിക്കും. എന്താണ് അവരുടെ ഉദ്ദേശം? ഇതൊക്കെ ഏതെങ്കിലും ഒന്നെടുത്താൽ മതി. ഒന്നുകിൽ നിങ്ങൾ അറിവുള്ള ആളാണ്, നല്ല ഗവേഷണം നടത്തിയിട്ട് വലിയ ഇമാമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി സാധാരണ രീതിയിൽ, മഷഖത്തുൻ ലാ തുഹ്തമലു ആദതൻ എന്നാണ് ഫുഖഹാക്കൾ അതിന് പറയുന്നത്. സാധാരണഗതിയിൽ താങ്ങാനാവാത്തൊരു പ്രയാസം, നിസ്കാരം മടക്കണം എന്ന് ഷാഫി മദ്ഹബിൽ വിധിയുള്ളൊരു കാര്യം. പക്ഷെ 68 വയസ്സായി, കയ്യിൽ ഫ്രാക്ചർ, 3 മാസം എടുക്കും. 3 മാസത്തെ നിസ്കാരം ഒരാളുടെ സഹായത്തോടെ നിസ്കരിക്കുന്ന ഒരാൾ മടക്കണം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഉസ്താദാണെങ്കിലും മടക്കൂല. പിന്നെ നാട്ടുകാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അവർക്ക് ഹനഫി മദ്ഹബിലുള്ള അളവ് സ്വീകരിക്കാം. എന്നാൽ ചില ആളുകൾ അതിലൊരു ഏറ്റവും വലിയ ഉദാഹരണം
നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ സഹോദരങ്ങളാണ്. അവര് ഈ വിഷയത്തിൽ അടച്ചാക്ഷേപം. കാരണം എന്താ പറയുക, അവർ ഈ വിഷയങ്ങളിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കാത്തവരാണ്. അവരുടെ ഭരണഘടനയിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. കർമ്മശാസ്ത്രത്തിൽ എന്ത് ഭിന്നത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളോടൊപ്പം പ്രവർത്തിക്കാം. ഷീയാണെങ്കിൽ പോലും എന്നും ഉണ്ടെന്നാണ് അറിവ്. അല്ലാഹു അഅലം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ഭിന്നിപ്പ് അവർക്കിടയിൽ ഉണ്ടാവുകയില്ല. അവർ ഭരണഘടനയിൽ അവരുടെ സ്ട്രക്ചർ വെച്ചിട്ടുള്ളത് തന്നെ വളരെ ലിബറൽ ആയിട്ടാണ്. ആ ലിബറലിസം കുറച്ച് കൂടിപ്പോകുന്നു എന്നതാണ് പ്രശ്നം. അതിൽ അവർക്ക് ലോകത്തുള്ള മാതൃക യൂസുഫുൽ കർലാവി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫത്വകൾ അവർ ഇവിടെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. കർലാവിയോടുള്ള സ്നേഹം കൊണ്ടല്ല, ഈ അളവുകളോടുള്ള അമിതമായ സ്നേഹം കൊണ്ട്. അപ്പൊ ഇതിപ്പം നിങ്ങൾ പ്രബോധനത്തിനൊരു കത്ത് എഴുതാണ്, നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നു പള്ളിക്ക് സക്കാത്ത് കൊടുക്കരുത്, നിങ്ങൾ ഇന്ന് പറഞ്ഞു പള്ളിക്ക് സക്കാത്ത് കൊടുക്കാം. അവർ പറയും അത് അന്ന് ഞങ്ങൾ എഴുതിയത്, ഇത് ഇന്ന് എഴുതിയത്, ഒരു പ്രശ്നമില്ല. മുജാഹിദിന്റെ മാസികയിലാണ് അങ്ങനെ എഴുതിയതെങ്കിൽ അടി ഫർലാണ്. കാരണം അവരുടെ സ്ട്രക്ചർ ഈ വിഷയത്തിൽ തീരെ ലിബറൽ അല്ല, ആവശ്യത്തിനുള്ള ലിബറൽ പോലും അല്ല. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാരോട് നിങ്ങളെ സെൻട്രൽ കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി പറയുന്നു ഹിജാബ് നിർബന്ധമാണ്, മിക്സഡ് സ്കൂളുകൾ നിരോധിക്കണം. ഇവിടെ ഡൽഹി ബലാത്സംഗം ഉണ്ടായപ്പോൾ അവര് വർമ്മ കമ്മിറ്റിക്ക് കൊടുത്ത നിർദ്ദേശങ്ങളിൽ ഒന്ന് മിശ്ര വിദ്യാഭ്യാസം നിരോധിക്കണം എന്നാണ്. അന്ന് തന്നെ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിന്റെ സംസ്ഥാന നേതാക്കൾ അത് അവരുടെ പേരിൽ വരാതിരിക്കാൻ വേണ്ടി ചാനലുകളിൽ മുഴുവൻ കയറിയിരുന്നല്ല, ഓരോരുത്തർ ഓരോ ചാനലില്. എന്നിട്ട് അത് നമ്മുടെ അഭിപ്രായമല്ല, നമ്മുടെ അഭിപ്രായം മുഖം തുറക്കാമെന്നാണ്, സ്ത്രീകളെ ശാക്തീകരണം നടത്തണമെന്നാണ് അവർ സ്കൂളുകളിൽ, സ്റ്റേജുകളിൽ, വാഹനങ്ങളിൽ ഒക്കെ പറഞ്ഞ് അങ്ങോട്ടങ്ങ് പറയാൻ തുടങ്ങി. അപ്പൊ കേന്ദ്ര കമ്മിറ്റിക്ക് എതിരായിട്ട് ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് അവരിൽ ഒരു ഗ്രൂപ്പും ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഭരണഘടന തന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലെന്നാണ്. ഷിയാക്കൾക്കും പ്രവർത്തിക്കാം എന്ന് അവരെഴുതുകയോ അല്ലെങ്കിൽ തത്വത്തിൽ അംഗീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അമിതമായി പോയി. അതിന്റെ തെളിവ് ഞാൻ പറയാം. യൂസുഫുൽ കർലാവി വലിയ യോഗ്യനായ പണ്ഡിതനാണ്, ഒരുപാട് തെറ്റുകളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അയോഗ്യതയുടെ പേരിലല്ല, ഈ ലിബറൽ പോളിസിയുടെ പേരിൽ. അദ്ദേഹം അറിവുള്ള അഖീദ അറിയാം, അദ്ദേഹത്തിന് ഫിഖ് അറിയാം, ഉസൂലുൽ ഫിഖ് അരച്ചു കുടിച്ചിട്ടുണ്ട്. അസ്ഹറിലുള്ള വലിയ റാങ്കുകാരനാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം കവിയാണ്, പ്രസംഗകനാണ്, സാഹിത്യകാരനാണ്, അക്കാഡമിക്കാണ്. ഇത്രയും കാര്യങ്ങൾ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്ന രീതിയിൽ ഒത്തുകിട്ടിയ അപൂർവം പ്രതിഭാശാലികളിൽ ഒരാളാണ് അദ്ദേഹം. പക്ഷേ പോളിസി വളരെ ലിബറലാണ്. പുതു മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് വളരെ സുഖം തോന്നണം. അതുപോലെ തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് അങ്ങനെ കുറെ നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടാകാം, പക്ഷെ പരിധി വിട്ടുപോയി. സിനിമയാകാം, സ്ത്രീയെ ഹസ്തദാനം ചെയ്യാം, വികാരം ഉണ്ടാകാതിരുന്നാൽ മതി. പിന്നെ സിഗരറ്റ് വലി പാടില്ല, ബാക്കി ഏതാണ്ട് എല്ലാം ചെയ്യാം. അത് ഭയങ്കര എന്താണെന്നറിയില്ല അതിൽ പറ്റിയത്. സിഗരറ്റ് വലി ഒരിക്കലും പാടില്ല, കാരണം കണ്ടാലും മോശമാണ് എന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പരിസ്ഥിതി മലിനീകരണം കൊണ്ടായിരിക്കാം. ബാക്കി സിനിമ, പാട്ട്, മ്യൂസിക് ഓണാക്കാം, ഉന്മാദം ഉണ്ടാകും തോന്നുമ്പോൾ ഓഫാക്കാം, എന്ത് മീറ്ററാണോ ഘടിപ്പിക്കുക. പിന്നെ ഈ വികാരം വരുമ്പോ കൈ വിളിച്ചേക്കണം. പെണ്ണിനെ മുസാഫ് ചെയ്തിട്ട് വികാരം തുടങ്ങിയതാണ് ഒറ്റവില്. ഇങ്ങനെ വന്ന് യൂറോപ്യൻ യൂണിയന്റെ ഫത്വയിൽ സുബ്ഹാന ജല്ല ജലാലു ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്ക് നമസ്കാരം ജമ്മ് ചെയ്യാം, കാരണം ഒരു ദിവസം പല കാറുകൾ ഉൽപ്പാദിക്കപ്പെടുന്നു. എന്റെ പടച്ചന് യുദ്ധത്തെക്കാൾ വലിയ ഏത് പ്രതിസന്ധി ഘട്ടം. യുദ്ധഘട്ടത്തിൽ റുക്ബ എന്താ പറയാ, നടന്നോ വാഹനപ്പുറത്തോ നിസ്കരിക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടാണ് പറയുന്ന സലാത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അതിനേക്കാൾ വലിയ ഫാക്ടറി ഏത് കാറാണോ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ സമയം നിങ്ങൾക്ക് രാവും പകലും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ വരുമ്പോഴും ജമ്മ ചെയ്യാം. പന്നിക്കൊഴുപ്പുള്ള ഐസ്ക്രീം കഴിക്കാം, അതിപ്പം കൊഴുപ്പുള്ള ഐസ്ക്രീമാണ്. പിന്നെ അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഇതൊരു നിലപാടാണ്. ഇദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടല്ല, ലിബറൽ ഇത് നമ്മളുടെ ഷോപ്പൊന്നല്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ളത്ര ഡിസ്കൗണ്ട് കൊടുക്കാൻ. ഇത് ദീനല്ലേ, ആലിമീങ്ങളെ ഏൽപ്പിച്ചു റുഖ്സത്ത് കൊടുക്കാൻ, ഇളവുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ, പ്രാമാണികമായ ആധികാരികമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഇളവ്. അല്ലാതെ ഇത് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പോലെ പരിചയമുള്ള കുറച്ച് അധികം കൊടുക്കാനുള്ള അനുവാദമില്ല. നബി തങ്ങളോട് പറഞ്ഞു, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഅഹാ വലാ തത്തബിഅ അഹ്വാഅ അല്ലദീന ലാ യുഅ്മിനൂൻ. താങ്കൾക്കൊരു മാർഗരേഖ തന്നിട്ടുണ്ട്, അതിൽ നിന്നുകൊള്ളണം, അതിനെ പിൻപറ്റിക്കൊള്ളണം, അറിവില്ലാത്തവരുടെ ഇച്ഛകളെ പിൻപറ്റരുത്. ഇപ്പൊ നബിതങ്ങൾക്ക് ബാധകമാണ് ശരീഅത്ത്, അതിൽ ഭേദഗതി വരുത്താൻ നബിതങ്ങൾക്ക് അനുവാദമില്ല. ഈ ഒരു കാഴ്ചപ്പാട് ശരിയല്ല. ഒന്ന് ഇതാണ്. ഇവിടെ 40 വോള്യത്തിലുള്ള
അൽ മൗസൂഅത്തുൽ ഫിഖ്ഹിയ അൽ കുവൈത്തിയ ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തി ഇന്ത്യൻ ഫിഖ് അക്കാദമി. അതിന്റെ ഉദ്ഘാടന സദസ്സിൽ എല്ലാവരെയും വിളിച്ചു. ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് വന്നു. നമ്മളവരെ ആക്ഷേപിക്കും, കാരണം അവരുടെ ശൈലി മാന്യമായതുകൊണ്ട്. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇനി ഇളവുകൾ വേഗം കിട്ടും. മനസ്സിലല്ലേ, ഇപ്പൊ ഒരു വിജ്ഞാനകോശം മുമ്പിലെത്തിയല്ലോ, ഇളവൊക്കെ നിരത്തി കിട്ടും. ഇപ്പം മറ്റേ തപ്പണം, കർലാവിന്റെ ഫത്വ എടുത്ത് വായിക്കണം. ഇതിപ്പോ ഒറ്റ വോളിയായി അതിന്റെ സോഫ്റ്റ്വെയറും കൂടി ആയി കഴിഞ്ഞാൽ ആ വാക്ക് അടിച്ചു കൊടുത്താൽ ആ വിഷയത്തിലുള്ള ഇളവ് കിട്ടും എന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത്. അപ്പൊ ഇളവ് കൂടി 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 ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു, ബുർക്ക വേണമെന്നില്ല, സാരി കുറച്ച് പൊന്തിച്ചു വെക്കുക, ബ്ലൗസ് കുറച്ച് താഴ്ത്തി വെക്കുക, അങ്ങനെ മറഞ്ഞാൽ മതി, പൊതിഞ്ഞാൽ മതി. മനസ്സിലായില്ല? അങ്ങനെ അങ്ങനെ അങ്ങ് പോവാണ്. എവിടെത്തും അള്ളാഹു കാക്കട്ടെ. ഇതൊന്ന്. രണ്ടാമത്തെ ഒരു നിലപാടുള്ളത്, ലോക സുന്നികൾ ഇത് ഈ വിഷയത്തിൽ ശരിയായ നിലപാടിലാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഈ സംഘടനാ സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് സുന്നി എന്നതിന് ഒറ്റ അർത്ഥമേ അശ്വരിയാവുക, മദ്ഹബ് സ്വീകരിക്കുക, സൂഫിസത്തെ താത്വികമായി അംഗീകരിക്കുക. ഈവൻ ലോക നിഘണ്ടുവിൽ സുന്നിയാണ്. പക്ഷെ കേരളത്തിൽ പ്ലസ് മേഞ്ചന്ത പ്രമേയം, പ്ലസ് 5 റുപ്യന്റെ ആദർശ ഡയറി, 5 റുപ്യാണ് അതിന്, പ്ലസ് ആദത്തുകളെ ഷിയാറുകളാക്കണം, പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവർക്ക് എന്തുണ്ട്, കർമ്മശാസ്ത്രത്തിലെ ശാഖോപശാഖാപരമായ കാര്യങ്ങളെ അഖീദയാക്കുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ ഫിഖ്ഹിന്റെ അടിസ്ഥാനമാക്കുന്ന രീതിയുണ്ട്. ഇത് ഇൽമിയായിട്ട് നിലനിൽക്കുകയില്ല. അൽഹംദുലില്ലാഹ്, ഇതിന് മാറ്റമായിട്ടുള്ള സുന്നി എന്നതിന് അശ്വരിയാവുക, മദ്ഹബ് സ്വീകരിക്കുക, സൂഫിസത്തെ താത്വികമായിട്ട് അംഗീകരിക്കുക, ഈ ഒരു അർത്ഥം മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ദക്ഷിണയിൽ ആദ്യമുണ്ട്. അൽഹംദുലില്ലാഹ്, EK വിഭാഗത്തിലും ഇന്ന് സോഷ്യൽ മീഡിയ കാരണം മറ്റു പലതും കാരണം വളർന്നു വരുന്നു. അതിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഇത് രണ്ടാമത്തേത്. മൂന്നാമത്തെ ഒരു രീതിയാണ് നമ്മുടെ മദ്ഹബ് വിരോധികളുടെ രീതി. അവർ ഏതഭിപ്രായത്തിലാണോ ആദ്യം കടിച്ചു തൂങ്ങിയത്, ലൈറ്റും സൗണ്ടും ഉപയോഗിച്ച് അതിനെ പൊലിപ്പിക്കുക, മറ്റേതിനെ തുണി കൊണ്ട് മറച്ചു വെക്കുക. എത്ര നാൾ മറച്ചു വെക്കും? കുറെ കഴിയുമ്പം പൂർവ്വ ശക്തിയോടുകൂടെ ആ തെളിവുകൾ പുറത്തേക്ക് വരുമ്പം ഭിന്നിക്കുക. മനസ്സിലായില്ല? ഇതാണ് അവരുടെ പോളിസി. അപ്പൊ ഒന്നിനെ സ്വീകരിക്കുക, അതിനെ എല്ലാവരുടെ മേലും നിർബന്ധമാക്കുക എന്ന സലഫുകളുടെ രീതിയിൽ നിന്ന് മാറ്റമായിട്ടുള്ള രീതി. നാലാമത്തത് ഇമാം മാലിക് പറഞ്ഞ, ഈ മുഴുവൻ മദ്ഹബിന്റെ ഇമാമുമാരും, ഇമാം ഇബ്നു തൈമിയ, സാലിഹ് ഹുസൈമീൻ, മുഖ്താർ അഷ്ശിൻഖീത്തി, അതുപോലെ തന്നെ ഇബ്നു ബാസ് തുടങ്ങിയ സലഫി പണ്ഡിത മഹത്തുക്കൾ പറഞ്ഞ ഈ ഗവേഷണപരമായ വിഷയങ്ങൾ, അതിന്റെ മാനദണ്ഡം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഷെയ്ഖ് മുഖ്താർ അഷ്ശിൻഖീത്തി വലിയ പണ്ഡിതനാണ്, സൗദിയിലുള്ള. അദ്ദേഹം പറഞ്ഞു, നീ ഒരാളെ ഇജ്തിഹാദിയായ കാര്യത്തിൽ സലഫ് സാലിഹ്യങ്ങളിൽ അമല് നിലനിന്ന പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ ഒരു വിഭാഗം മനസ്സിലാക്കിയ, ഇജ്മാഇന് എതിരല്ലാത്ത, ഒറ്റപ്പെട്ട അഭിപ്രായമല്ലാത്ത ഒരു സംഘത്തിന്റെ അഭിപ്രായത്തെ അത് ചെയ്യുന്നവരോട് പോയിട്ട് നീ മുബ്തദിയാണെന്ന് പറയരുത്. നിനക്ക് നിന്റെ വീക്ഷണം പറയാം, അത് ചെയ്യുന്നവരോട് പോയിട്ട് ഇത് കാരണം നിന്റെ വിശ്വാസമല്ല, അവരുടെ ഇജ്തിഹാദാണ്, അവരുടെ കാര്യത്തിൽ പരിഗണിക്കുക. ഇതാണ് യഥാർത്ഥ സലഫികളുടെ നിലപാട്. ഇബ്നു തൈമിയ പറഞ്ഞു റഹിമഹുല്ലാഹ്, നിങ്ങളൊരു സ്ഥലത്ത് കുനൂത്തുള്ള സ്ഥലത്ത് പോയാൽ, കുനൂത്തുള്ള പള്ളിയിൽ പോയാൽ കൂട്ടത്തിൽ കുനൂത്ത് ഓതണം. വതനാസഉ ഫീഹി, ഇൻഷാല്ലാഹ് അത് നമുക്ക് പിന്നാക്കാലോ. ഇതാണ് യഥാർത്ഥ സുന്നികളുടെയും യഥാർത്ഥ സലഫികളുടെയും 4 മദ്ഹബിന്റെയും ഇമാമുകളുടെ രീതി. ഇമാം ഒന്നുകിൽ യോഗ്യരായവർ ഇജ്തിഹാദിലൂടെ, അയോഗ്യരായവർ ആ ഇജ്തിഹാദ് ചെയ്യുന്നവരിലൂടെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുകയും അടുത്തതിനെ ന്യായമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക, അതിനെ മാനിക്കുക. അതിന്റെ മാനദണ്ഡം ആരെങ്കിലും പറഞ്ഞതല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിലനിന്നില്ല, അങ്ങനത്തെ അഭിപ്രായങ്ങളല്ല, നിലനിന്ന ഒരു സംഘം സലഫുകൾ ചെയ്ത പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സാധുത കൽപ്പിക്കാവുന്ന ആശയങ്ങളെ മാനിക്കുക. അതിനെ ചെയ്യുന്നവനോട് പോയിട്ട് നിന്റെ ദീന് പിഴച്ചു, നീ പിഴച്ചുപോയി, നീ മുബ്തദിയാണ് എന്ന് പറയാൻ പാടില്ല. ഈ മഹത്തുക്കളുടെ രീതി പിൻപറ്റാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് നിലവിലുള്ള സംഘടനകളിൽ ഈ യഥാർത്ഥ നിലപാട് പിൻപറ്റുന്ന ആളുകളുണ്ട്. അന്തർദേശീയ തലത്തിൽ ഈ ഇബ്നു ബാസ് വരെ, അതിനുശേഷമാണ് ഷെയ്ഖ് അൽബാനിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അവരുണ്ടാക്കിയ ഗ്രൂപ്പുകളും ഉണ്ടായത്. അതുവരെയുള്ള ഇബ്നു ബാസ് വരെയുള്ള ഇബ്നു അബ്ദുൽ വഹാബ് വരെ അദ്ദേഹം പറഞ്ഞു, തവസ്സുൽ ഫിഖ്ഹിയാണ്, അത് ഇജ്തിഹാദിയാണ്, ചെയ്യുന്നവരെ എതിർക്കരുത്. തവസ്സുലിൽ പോലും അങ്ങനെ ഒരുപാടുണ്ട്. അല്ലാഹു ആ യഥാർത്ഥ നിലപാടിലേക്ക് മറ്റുള്ളവർക്കും കൂടെ വരാൻ തൗഫീഖ് തരുമാറാകട്ടെ. വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം, മറ്റു സന്ദർഭങ്ങളിൽ. ഇതിന്റെയൊക്കെ ഫത്വകളുണ്ട്, അത് ഇൻഷാ അല്ലാഹ് അറബിയിൽ വേണ്ടവർക്ക് അത് കോപ്പി ചെയ്യാം.
ഇന്നലെ തിരക്കാണ്, ഇവിടെ കുറെ പേപ്പറിനും കുറവാണ്, അങ്ങനെയൊക്കെ എല്ലാം കോപ്പി ചെയ്യാൻ സാധിച്ചില്ല. അല്ലാഹു തആല നമുക്ക് യഥാർത്ഥ നിലപാട് സ്വീകരിക്കാനും മുസ്ലിം ഉമ്മത്തിനെ ഈ എല്ലാവരും യഥാർത്ഥത്തിൽ യോജിച്ചിട്ടുള്ള ഈ നിലപാടിലേക്ക് കൊണ്ടുവരാൻ തൗഫീഖ് തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്നേകാൽ മണിക്ക് നമസ്കാരം നടക്കും. ആർക്കെങ്കിലും ഏതെങ്കിലും ഈ വിഷയത്തിൽ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എഴുതി ഇവിടെ ഏതെങ്കിലും ഉസ്താദന്മാരെ ഏൽപ്പിക്കുക. ഒന്നുകിൽ നേരിട്ട് അമീൻ മൗലവിയെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാരെ ഏൽപ്പിക്കുക. ഉസ്താദന്മാർ അമീൻ മൗലവിയെ ഏൽപ്പിക്കും. സംശയങ്ങൾ എഴുതി ചോദിക്കുന്ന സംശയങ്ങൾക്ക് മാത്രമായിരിക്കും ഇൻഷാ അല്ലാഹ് മറുപടികൾ നൽകുക. 3 മണി മുതലാണ്, 3 മണി മുതൽ 4:30 മണി വരെ അതിന്റെ സദസ്സായിരിക്കും. അതായത് എഴുതി ചോദിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന സദസ്സായിരിക്കും. എല്ലാവരും അതുകൊണ്ട് ആ സദസ്സ് കൃത്യമായ നിലയിൽ തുടങ്ങും.